കേക്കാൻ വയ്യ മിസ്. മിസ്സേ കേക്കാൻ വയ്യ. കേൾക്കുന്നില്ല മിസ്സേ.
ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. ഓ, ഇവിടെ ഒരു ചെറിയൊരു Good morning. സൗണ്ടിന്റെ പ്രശ്നം ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ ഇവിടെ കിടന്ന് ഗുഡ് മോർണിംഗ് നിങ്ങൾക്ക് കേൾക്കാൻ പറ്റുന്നില്ല എന്നൊക്കെ ചോദിക്കണ്ടായിരുന്നു. നിങ്ങൾക്ക് കേൾക്കാൻ പറ്റണ്ടായിരുന്നില്ല അല്ലെ? ഇല്ല. ഇല്ലായിരുന്നു മിസ്സേ. ഓക്കെ, അപ്പൊ നമ്മുടെ സിസ്റ്റത്തിൽ എന്തോ ഒരു സൗണ്ടിന്റെ ഒരു പ്രശ്നമായിരുന്നു. അപ്പൊ ഒരു മ്യൂട്ടായി കിടക്കായിരുന്നു. അപ്പൊ അതാണ് ഇത്തിരി വൈകിയത്. ഓക്കെ, നമുക്ക് എന്താ ക്ലാസ് എന്തോ പറഞ്ഞു. 27-ാം തീയതി അശ്വതി മിസ്സിന്റെ റെക്കോർഡഡ് ക്ലാസ് അത് വേറെ മാറി കിടക്കുന്നത്. 27-ാം തീയതിയാണ് എന്ന് പറഞ്ഞേ. 27. 27-ാം തീയതി അശ്വതി മിസ്സിന്റെ റെക്കോർഡ് ക്ലാസ് മാറിക്കെടുക്കുവാണോ? വേറെയാണ് കിടക്കുന്നത്. വേറെയാണോ? ഓ, ഞാൻ ഇവിടെ ടെക്നിക്കൽ സെക്ഷനിൽ ഒന്ന് പറഞ്ഞേക്കാട്ടോ. അപ്പൊ നിങ്ങക്ക് 27-ാം തീയതി അശ്വതി മിസ്സിന്റെ ക്ലാസ് കിട്ടിയിട്ടില്ല എന്നാ പറയണേ? അതെ. കിട്ടിയിട്ടില്ല. ഇവിടെ പറഞ്ഞേക്കാട്ടോ. ഓക്കെ, നമ്മള് എന്തായിരുന്നു പഠിച്ചോണ്ടിരുന്നേ കഴിഞ്ഞ ക്ലാസ്സില്? ഹൗസ് കീപ്പിംഗ് സർവീസസ് ആയിരുന്നല്ലേ പഠിച്ചത്? കുറച്ച് കാര്യങ്ങളൊക്കെ നമ്മൾ അതിനെ കുറിച്ച് പറഞ്ഞു. എന്താ ഹൗസ് കീപ്പിംഗ് സർവീസ് എന്ന് പറഞ്ഞ? വാട്ട് ഈസ് ഹൗസ് കീപ്പിംഗ് സർവീസ്? ഒരു ഡെഫിനിഷൻ ഒക്കെ നമ്മൾ എഴുതിയായിരുന്നല്ലോ. എന്താണ് ഹൗസ് കീപ്പിംഗ്? Refer to work of cleaning. എന്തുവാ? What is housekeeping service? അല്ലെങ്കിൽ housekeeping department? അവിടെ എന്താ ഡീൽ ചെയ്യുന്നേ? Work of cleaning. Work of cleaning, അല്ലേ? The word housekeeping refers to the work of cleaning. ക്ലീനിങ്ങും അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ഹൗസ് കീപ്പിംഗ് ഡിപ്പാർട്ട്മെന്റിന്റെ കീഴിൽ വരുന്നത്. അപ്പൊ നമ്മൾ അതിനകത്ത് ഹൗസ് കീപ്പിംഗ് സർവീസ് എന്താണെന്ന് പറഞ്ഞു. പിന്നെ ഇമ്പോർട്ടൻസ് എന്തൊക്കെയാണ് ഹൗസ് കീപ്പിംഗ് സർവീസിന്റെ ഇമ്പോർട്ടൻസ്, അതിന്റെ ഒബ്ജക്റ്റീവ് എന്താണെന്ന് പറഞ്ഞു. പിന്നെ നെക്സ്റ്റ് ലൊക്കേഷൻ എവിടെയായിരിക്കണം? ഇത് ഫസ്റ്റ് ഫ്ലോറിലോ സെക്കൻഡ് ഫ്ലോറിലോ അങ്ങനെ ഇമ്പോർട്ടന്റ് ഏരിയയിലാണോ ഇത് ലൊക്കേറ്റ് ചെയ്യണ്ടേ? എവിടെ ലൊക്കേറ്റ് ചെയ്തെന്നാ പറഞ്ഞേക്കണേ? Non prime area. നോൺ പ്രൈം ഏരിയ, അത്ര ഇമ്പോർട്ടൻസ് അല്ലാത്ത ഒരു ഏരിയയിലാണ് ഇത് ലൊക്കേറ്റ് ചെയ്യേണ്ടത് അല്ലെ. അല്ലാതെ ഫസ്റ്റ് ഫ്ലോറിൽ ഗ്രൗണ്ട് ഫ്ലോറിൽ തന്നെ വേണം, അല്ലെങ്കിൽ പെട്ടെന്ന് എല്ലാവർക്കും എത്തിപ്പെടാവുന്ന രീതിയിലുള്ളതായിരിക്കണം, അല്ലെങ്കിൽ അങ്ങനെയുള്ളതൊന്നുമില്ല. ഇതെന്ന് വെച്ചാൽ എന്താണ്? ഇറ്റ് മേ ബി ലൊക്കേറ്റഡ് ഇൻ situated in non-prime areas, അല്ലെ. അധികം ഇമ്പോർട്ടൻസ്, അധികം പ്രാധാന്യമില്ലാത്ത ഏരിയയിലേക്കാണ് ഇത് ലൊക്കേഷൻ പറഞ്ഞത്. പിന്നെ നമ്മൾ ഓർഗാനോഗ്രാം പറഞ്ഞത് അല്ലെ. അതിനകത്ത് 3 steps ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. എക്സിക്യൂട്ടീവ്, ഹൗസ് കീപ്പിംഗ് മാനേജർ, പിന്നെ അതിന്റെ കീഴിൽ അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ്, ഹൗസ് കീപ്പർ ആൻഡ് ഫ്ലോർ സൂപ്പർവൈസർ, നെക്സ്റ്റ് ഹൗസ് കീപ്പിംഗ് എംപ്ലോയീസ്. അങ്ങനെ ഓർഗാനോഗ്രാമില് 3 പറഞ്ഞു. പിന്നെ നെക്സ്റ്റ് നമ്മൾ പറഞ്ഞ ഫെസിലിറ്റീസ് ആണ്. എന്തൊക്കെ ഫെസിലിറ്റീസ് അല്ലെങ്കിൽ സ്പേസ് റിക്വയർമെന്റ് ആണ് വേണ്ടത്? ഹൗസ് കീപ്പിംഗ് സർവീസിൽ വേണ്ട ഫെസിലിറ്റീസ് ആൻഡ് സ്പേസ് റിക്വയർമെന്റ്സ് അത് പറഞ്ഞു. പിന്നെ ഫങ്ഷൻസ് ആ പറഞ്ഞത്. ഏതൊക്കെയായിരുന്നു ഹൗസ് കീപ്പിംഗ് സർവീസിന്റെ ഫങ്ഷൻസ് വരുന്നേ? Daily cleaning. ഏതൊക്കെയായിരുന്നു ഫങ്ഷൻസ് പഠിച്ചത്? ഡെയിലി ക്ലീനിങ്, ഡെയിലി ക്ലീനിങ്, പിന്നെ പീരിയോഡിക് ക്ലീനിങ്. പീരിയോഡിക് ക്ലീനിങ്. പീരിയോഡിക് ക്ലീനിങ് എന്ന് ഉദ്ദേശിക്കുന്നത് എന്താ? ഡീപ്പ് ക്ലീനിങ് ആണ് അല്ലെ. കുറച്ചും കൂടി എന്താ ഡീപ്പായിട്ട് ക്ലീൻ ചെയ്യുന്നതിനാണ് പീരിയോഡിക് ക്ലീനിങ് എന്ന് പറയുന്നത്. പിന്നെ ട്രാഷ് ആൻഡ് ഗാർബേജ് റിമൂവൽ.
വേസ്റ്റുകൾ അല്ലെ, ട്രാഷ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചവറ്റുകൊട്ട, വേസ്റ്റ് ബിൻ എന്നൊക്കെയാണ് ഉദ്ദേശിക്കുന്നത്. ആൻഡ് ഗാർബേജ് റിമൂവല്. നെക്സ്റ്റ് ഫോർത്ത് വൺ ഏതായിരുന്നു? discharge cleaning, discharge cleaning, അല്ലെ. ഇറ്റ് ഇൻക്ലൂഡ് ദ ക്ലീനിങ് ഓഫ് ദ patient room after discharge or transfer of the patient, അല്ലെ. ഡിസ്ചാർജ് ചെയ്ത് ഒരു ആള് പോയി കഴിഞ്ഞ് നെക്സ്റ്റ് ഒരു പേഷ്യന്റിന് അത് യൂസ് ചെയ്യാൻ പാകത്തിന് റെഡി ആക്കാം. അതാണ് ഡിസ്ചാർജ് ക്ലീനിങ് എന്ന് പറയുന്നത്. പിന്നെ നെക്സ്റ്റ് ഏതാ പറഞ്ഞത്? extermination bugs and പെസ്റ്റ്, അല്ലെ. എക്സ്റ്റെർമിനേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? അതിനെ നശിപ്പിക്കുക, ഉന്മൂലനം ചെയ്യുക. ബഗ്സിനെയും കീടങ്ങളെയും അതുപോലെ തന്നെ പെസ്റ്റിനെയൊക്കെ, ചെറിയ പ്രാണികളെയൊക്കെ നശിപ്പിക്കുക. നെക്സ്റ്റ് സിക്സ്ത് വൺ ഏതാ? preventing spread of infection and ensuring conditions for good patient care, അല്ലെ. പ്രിവെന്റിങ് സ്പ്രെഡ് ഓഫ് ഇൻഫെക്ഷൻ, ഇൻഫെക്ഷൻ ഒക്കെ സ്പ്രെഡ് ചെയ്യുന്നത് പ്രിവെന്റ് ചെയ്യുക. അതുപോലെ തന്നെ ആൻഡ് എൻഷുറിങ് കണ്ടീഷൻ ഫോർ ഗുഡ് പേഷ്യന്റ് കെയർ, നല്ലൊരു പേഷ്യന്റിന് നല്ല ശ്രദ്ധ കെയർ കിട്ടുന്ന ഒരു നല്ലൊരു കണ്ടീഷൻ എൻഷുർ ചെയ്യുക, ഉറപ്പുവരുത്തുക. നെക്സ്റ്റ് ലാസ്റ്റ് ഫംഗ്ഷൻ ഏതായിരുന്നു? സെവൻത് വൺ. watering indoor plants, വാട്ടറിങ് ഇൻഡോർ പ്ലാന്റ്സുകൾ, നനയ്ക്കുക, ഇൻഡോർ പ്ലാന്റ്സുകളൊക്കെ നനയ്ക്കുക. ഇത്രയാണ് അതിൻ്റെ അകത്ത് ഫങ്ഷൻസ് വരുന്നത്. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് നോക്കാം. ഓക്കെ, നിങ്ങക്ക് കാണാൻ പറ്റുന്നില്ലേ? പ്രസന്റ് ചെയ്ത് കാണാൻ പറ്റുന്നില്ലേ? ഉണ്ട് മിസ്സേ. കാണാൻ പറ്റുന്നുണ്ട്. ഓക്കെ ഓക്കെ
ഓക്കെ, അപ്പൊ ഇനി നെക്സ്റ്റ് നമ്മൾ ഇനി നോക്കാൻ പോകുന്നത് ടൈപ്സ് ഓഫ് ഹൗസ് കീപ്പിംഗ് ആണ്. Okay, types of housekeeping. Housekeeping may be divided into two. In-house സർവീസുകളുണ്ട്, ഔട്ട്സോഴ്സിംഗ് സർവീസുകളുണ്ട്. ഇൻസോഴ്സിംഗ് സർവീസ് ഓർ ഇൻഹൗസ് സർവീസ് അങ്ങനെ പറയാം. അതിന് ഇൻഹൗസ് സർവീസ് ഓർ ഇൻസോഴ്സിംഗ് സർവീസസ്. ഫസ്റ്റ് വൺ ആണ്. അപ്പൊ ഹൗസ് കീപ്പിംഗ് സർവീസിനെ നമുക്ക് രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യാം. അതിൽ ഫസ്റ്റ് വരുന്നതാണ് ഇൻഹൗസ് സർവീസസ്, അല്ലെങ്കിൽ എന്ത് പറയാം, ഇൻസോഴ്സിംഗ് സർവീസസ്. സെക്കൻഡ് വൺ ആണ് ഔട്ട്സോഴ്സിംഗ് സർവീസസ് ഓർ ഔട്ട് ഹൗസ് സർവീസസ്. ഓക്കെ, രണ്ടായിട്ട് തിരിക്കാൻ നമുക്ക് ഹൗസ് കീപ്പിംഗ് സർവീസിനെ ഇൻഹൗസ് സർവീസസ് ഓർ ഇൻസോഴ്സിംഗ് സർവീസസ് എന്ന് പറഞ്ഞ എന്താണ് എന്ന് വെച്ചാൽ ഇൻ ഹൗസ് ആണ്, അതിന്റെ ഉള്ളിലുള്ളവര്, ഹൗസിന്റെ ഉള്ളിലുള്ളവര്. അതായത് നമുക്ക് എന്ത് പറയാ, നിലവിലുള്ള അവിടെ ഹോസ്പിറ്റലില് നിലവിലുള്ള ജോലിക്കാരെ തന്നെ ആ ജോലി ഏൽപ്പിക്കുന്നതിനെയാണ് ഇൻ ഹൗസ് സർവീസസ് എന്ന് പറയുന്നത്. അത് ഇൻ ഹൗസ്, ഹൗസിന്റെ ഉള്ളില്, അതായത് ഹോസ്പിറ്റലിന്റെ ഉള്ളില് അവിടെ ജോലിക്കുള്ള ഓൾറെഡി അവിടെ ജോലി ചെയ്യുന്ന ആൾക്കാരെ കൊണ്ട് തന്നെ അവര് തന്നെ ജോലി ഏൽപ്പിക്കുന്നതിനെയാണ് ഇൻ ഹൗസ് സർവീസസ് എന്ന് പറയുന്നത്. ഇനി ഔട്ട്സോഴ്സിംഗ് ഓർ ഔട്ട് ഹൗസ് സർവീസസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മളെ ജോലി, അത് എന്താ എക്സ്ട്രാ ജോലികളോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ അങ്ങനെ ജോലി ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഒരു പുറമേ ഉള്ള ഒരു കമ്പനീസിനെയോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കരാറുകാരി, ഒരു കോൺട്രാക്ടറിനെ ഒക്കെ ഏൽപ്പിക്കുന്നതിനെയാണ്, അതിനെ നിയമിക്കുന്നതിനെയാണ് ഔട്ട്സോഴ്സിംഗ് സർവീസ് എന്ന് പറയുന്നത്. മനസ്സിലായി അതിന്റെ ഡിഫറൻസ് എന്താണ്? ഇൻ ഹൗസ് സർവീസസ് അല്ലെങ്കിൽ ഇൻസോഴ്സിംഗ് സർവീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ ഓൾറെഡി അവിടെ ഉള്ള ജോലിക്കാരെ കൊണ്ട് തന്നെ അവരെ ജോലി ഏൽപ്പിക്കുന്നതിനെയാണ് ഇൻ ഹൗസ് സർവീസസ് എന്ന് പറയുന്നത്. ഇനി ഔട്ട്സോഴ്സിംഗ് ആണെങ്കിലോ എന്താണ് ചെയ്യുന്നത്, അവിടെ ജോലി ചെയ്യുന്നതിന് വേണ്ടി പുറമെയുള്ള കമ്പനിയെയോ അല്ലെങ്കിൽ ഏതെങ്കിലും കോൺട്രാക്ടേഴ്സ്, കരാറുകാരനെയൊക്കെ ജോലി ചെയ്യാൻ വേണ്ടി നിയമിക്കുന്നതിനെയാണ് ഔട്ട്സോഴ്സിംഗ് സർവീസ് എന്ന് പറയുന്നത്. അപ്പൊ നിങ്ങൾ ഹെഡിങ് ഒന്ന് കൊടുത്തേ, ടൈപ്പ് ഓഫ് ഹൗസ് കീപ്പിംഗ്. ടൈപ്സ് ഓഫ് ഹൗസ് കീപ്പിംഗ്. ടൈപ്സ് ഓഫ് ഹൗസ് കീപ്പിംഗ്. ഹെഡിങ് എഴുതിയോ? ഹെഡിങ് കൊടുത്തോ? കൊടുത്തു. ഓക്കെ ഓക്കെ. എന്നിട്ട് എഴുതുക ഇൻ ഹൗസ് സർവീസസ്, ഒരു ബാർ ഇട്ടാ മതി, ഓർ ഇൻ സോഴ്സിംഗ് സർവീസസ്. ഇൻ ഹൗസ് സർവീസസ് എന്ന് പറഞ്ഞാലും ഇൻ സോഴ്സിംഗ് സർവീസ് എന്ന് പറഞ്ഞാലും സെയിം ആണ്. ഇൻ ഹൗസ് സർവീസസ് ഹെഡിങ് കൊടുക്കുക. അതിന്റെ താഴെ ഒരു സെന്റൻസ് ഒന്ന് എഴുതി വെക്കുക. ഇൻസോഴ്സിംഗ്, INSOURCING, ഇൻസോഴ്സിംഗ് സർവീസസ്. Insourcing services is the practice of PRACTICE. Insourcing is the practice of assessing, ASSIGNING, assigning nata, assigning, ASSIGNING, assigning this work, assigning this work to existing employees, existing, EXISTING, existing employees, EMPLOYEES, employees. ഇൻസോഴ്സിംഗ് എന്ന് പറഞ്ഞാൽ എന്താ, അവിടെ എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള എംപ്ലോയീസിനെ തന്നെ ജോലി ഏൽപ്പിക്കുന്നതിനെയാണ് ഇൻഹൗസ് സർവീസസ് അല്ലെങ്കിൽ ഇൻസോഴ്സിംഗ് സർവീസ് എന്ന് പറയുന്നത്. ഇൻസോഴ്സിംഗ് സർവീസസ് ഇസ് ദ
practice of assigning this work to existing employees. Next എഴുതിക്കേ. Second one, outsourcing services. Outsourcing services. Outsourcing services. Outsourcing services. Outsourcing services is the practice of hearing, H-I-R-I-N-G, hearing, H-I-R-I-N-G, and outside company, hearing an outside company, hearing an outside company or contractor, outside company or contractor to perform work. Outsourcing services is the practice of hiring an outside company or contractor to perform work. വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പുറമെയുള്ള ഒരു കമ്പനിക്കാരെയോ അല്ലെങ്കിൽ ഒരു കോൺട്രാക്ടറെയൊക്കെ ഏർപ്പെടുത്തുന്നതിനെയാണ് ഔട്ട്സോഴ്സിംഗ് സർവീസസ് എന്ന് പറയുന്നത്. അപ്പോ ടൈപ്പ് ഓഫ് ഹൗസ് കീപ്പിംഗ് 2 ടൈപ്പ് ഉണ്ട്. ഇൻ ഹൗസ് സർവീസസ് ഉണ്ട്, ഔട്ട് ഹൗസ് സർവീസസ് ഉണ്ട്. ഇൻ ഹൗസ് സർവീസസ് എന്ന് പറഞ്ഞാൽ അവിടെ എക്സിസ്റ്റിംഗ് എംപ്ലോയീസിനെ, നിലവിലുള്ള ജോലിക്കാരെ തന്നെ ആ ജോലി ഏൽപ്പിക്കുന്നതിനെയാണ് ഇൻ ഹൗസ് സർവീസസ് എന്ന് പറയുന്നത്. എന്നാൽ പുറമെയുള്ള ഒരു കമ്പനിക്കാരെയോ അല്ലെങ്കിൽ ഒരു കോൺട്രാക്ടറിനെയൊക്കെ ജോലി ചെയ്യുന്നതിന് വേണ്ടി അവർക്ക് കരാർ കൊടുക്കുക അല്ലെങ്കിൽ അവരെയൊക്കെ ഏൽപ്പിക്കുന്നതിനെയാണ് ഔട്ട്സോഴ്സിംഗ് സർവീസസ് എന്ന് പറയുന്നത്. ഓക്കെ, അത് ക്ലിയർ അല്ലേ? ഓക്കെ, ക്ലിയർ ആണ്. ഇനി നെക്സ്റ്റ് ടേബിൾ നോക്കിയേ. ഇവിടെ ഈ ടേബിള് 3 എണ്ണമായിട്ട് തിരിച്ചിട്ടുണ്ട്. അതിനാ നോക്കിയേ. ഫസ്റ്റ് വൺ ആണ് ഇലമെന്റ്സ്. എന്തൊക്കെ ഓരോ ഇലമെന്റ്സ് ആണ് അവിടെ തന്നേക്കുന്നത്. ഇനി ഇൻഹൗസ് സർവീസസിലും ഔട്ട് ഹൗസ് സർവീസസിലും അതിലെ ആ ഡിഫറൻസ് ആണ് ഇവിടെ എഴുതിയേക്കുന്നത്. അപ്പൊ അതിനകത്ത് ഓരോ എലമെന്റ്സ് നമുക്ക് നോക്കാം. നമ്പർ, ഫസ്റ്റ് വൺ ആണ് നമ്പർ, എണ്ണം, ജോലിക്കാരുടെ ആ നമ്പർ അല്ലെങ്കിൽ എണ്ണം. ഓക്കെ, ഇൻഹൗസ് സർവീസസിലാണെങ്കിൽ എങ്ങനെയാ? ഫിക്സ്ഡ് ആസ് പെർ ഓതറൈസേഷൻ. നമ്മുടെ അതോറിറ്റി അവിടെ ഓതറൈസേഷൻ അവര് ആ അതോറിറ്റി നിശ്ചയിക്കുന്നത് അനുസരിച്ച് ഒരു ഫിക്സ്ഡ് നമ്പർ ഓഫ് എംപ്ലോയീസ് ആയിരിക്കും അവിടെ. അതാണ് ഫിക്സ്ഡ് ആസ് പെർ ഓതറൈസേഷൻ. അവിടെ ആ ഓതറൈസേഷൻ അവിടുത്തെ അംഗീകാരം അനുസരിച്ച് അവിടെ നിശ്ചയിക്കുന്ന അനുസരിച്ച് ഒരു ഫിക്സ്ഡ് നമ്പർ ഓഫ് എംപ്ലോയീസ് ആയിരിക്കും അവിടെ ഉള്ളത്. എന്നാൽ ഔട്ട് ഹൗസ് സർവീസസിലാണെങ്കിലോ ക്യാൻ വേരി ഡിപ്പെൻഡിങ് ഓൺ വർക്ക് ലോഡ്. എങ്ങനെ വ്യത്യാസപ്പെട്ടിരിക്കും. ഫിക്സ്ഡ് നമ്പർ അല്ല, വർക്കേഴ്സിന് ഇത്ര എണ്ണം എന്ന് കൃത്യം പറയാൻ പറ്റില്ല. എങ്ങനെയാണ് അത്? ക്യാൻ വേരി ഡിപ്പെൻഡിങ് ഓൺ വർക്ക് ലോഡ്. വർക്ക് ലോഡിനെ ബേസ് ചെയ്തിട്ട്. ഇപ്പൊ വർക്ക് ലോഡ് കൂടുതലാണെങ്കിൽ എന്ത് ചെയ്യണം? കുറെ ജോലിക്കാർ കൂടുതൽ വേണ്ടേ? വർക്ക് ലോഡ് കുറവാണെങ്കിൽ അതനുസരിച്ച് എംപ്ലോയീസിന്റെ എണ്ണം കുറവ് മതി. ഓക്കെ, അപ്പൊ അങ്ങനെയാണ് ഔട്ട്സോഴ്സിംഗ് സർവീസിൽ അവിടെ വർക്ക് ലോഡിനെ ഡിപ്പെൻഡ് ചെയ്താണ് ഇരിക്കുന്നത്. നമ്പർ ഓഫ് എംപ്ലോയീസിന്റെ എണ്ണം വർക്ക് ലോഡിനെ ഡിപ്പെൻഡ് ചെയ്താണ് ഇരിക്കുന്നത്. ഇനി ഇൻഹൗസിലാണെങ്കിലോ എത്ര വർക്ക് ലോഡ് കൂടുതലോ കുറവോ എങ്ങനെയായാലും ഫിക്സ്ഡ് ആയിരിക്കും. ഫിക്സ്ഡ് നമ്പർ ഓഫ് എംപ്ലോയീസ് ആയിരിക്കും. ഓക്കെ, ക്ലിയർ അല്ലേ അത്? ഈ സെക്കൻഡ് നോക്കിയേ, കൺട്രോൾ. കൺട്രോൾ എങ്ങനെയാ? ഡയറക്റ്റ് കൺട്രോൾ. ഇവിടെ നമ്മൾ പറഞ്ഞു ഒരു എന്താണ് ഒരു ഓർഗനൈസേഷൻ ആണ് അവിടെ ഇതിന് ജോലിക്കാരെ അവിടെ അതിന്റെ ഉള്ളിലുള്ള നിലവിലുള്ള ജോലിക്കാരെ തന്നെ ജോലി ഏൽപ്പിക്കുന്നതാണ്. അപ്പൊ ആ ഓതറൈസേഷന്റെ ഇപ്പൊ ഹോസ്പിറ്റലിലാണെങ്കിൽ അതിന്റെ മാനേജ്മെന്റ് ഒക്കെയാണ് അതിനെ കൺട്രോൾ ചെയ്യുന്നത്. നേരെ ഡയറക്റ്റ് കൺട്രോൾ ആയിരിക്കും. ആ എംപ്ലോയീസിനെ ഡയറക്റ്റ് കൺട്രോൾ ചെയ്യും, നേരിട്ട് കൺട്രോൾ ചെയ്യും. പക്ഷെ ഔട്ട്സോഴ്സ് സർവീസിങ്ങിലാണെങ്കിലോ അവിടെ ആരാ അവരെ കൺട്രോൾ ചെയ്യുന്ന? എംപ്ലോയീസിനെ കൺട്രോൾ ചെയ്യുന്ന ആരാ? നേരിട്ട് ആ ഭരണകൂടാണോ അല്ലെ ആ മാനേജ്മെന്റ് ആണോ കൺട്രോൾ ചെയ്യുന്നത്? ത്രൂ കോൺട്രാക്ടർ. കോൺട്രാക്ടർ അല്ലേ കരാറുകാരൻ. ആ കോൺട്രാക്ടർ ആണ് എംപ്ലോയീസിനെ നിയമിച്ചേക്കുന്നത് അല്ലെ? അപ്പൊ അവിടെ അവരെ കൺട്രോൾ ചെയ്യുന്നത് ആരായിരിക്കും? അവരെ കൺട്രോൾ ചെയ്യുന്ന അവിടെ എംപ്ലോയീസിനെ ഔട്ട്സോഴ്സിംഗ് സർവീസസിനെ അവിടെ എംപ്ലോയീസിനെ കൺട്രോൾ ചെയ്യുന്നത് ആരാ?
കോൺട്രാക്ടർ ആയിരിക്കും അല്ലെ. അപ്പൊ കോൺട്രാക്ടർ ആണ് ഓരോ കാര്യങ്ങൾ ഇന്നതുപോലെ ഇന്ന കാര്യങ്ങൾ ചെയ്യണം, അല്ലെങ്കിൽ അവർക്കൊരു ഇൻസ്ട്രക്ഷൻ കൊടുക്കുന്ന, അവരെ കൺട്രോൾ ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ കൺട്രോൾ ഇൻഹൗസ് സർവീസിൽ കൺട്രോൾ ഡയറക്റ്റ് കൺട്രോൾ ആയിരിക്കും. ഔട്ട്സോഴ്സ് സർവീസസിൽ ത്രൂ കോൺട്രാക്ടർ വഴിയാണ്, അല്ലെങ്കിൽ കോൺട്രാക്ടർ ആണ് അവിടെ കൺട്രോൾ ചെയ്യുന്നത്. ഇനി നോക്കിയേ, തേർഡ് പോയിന്റ് എന്താ? ഡിസിപ്ലിൻ. ഇനി ഡിസിപ്ലിൻ എങ്ങനെയായിരിക്കും? ലോങ് ഡ്രോൺ അഡ്മിനിസ്ട്രേറ്റീവ് പ്രോസസ്. എങ്ങനെയാ ഡിസിപ്ലിൻ എന്ന് പറഞ്ഞ ഒരു നീണ്ട ഒരു അഡ്മിനിസ്ട്രേറ്റീവ് പ്രോസസ്സ്, ഒരു ഭരണ പ്രക്രിയ അനുസരിച്ചായിരിക്കും ഡിസിപ്ലിൻ. നല്ല ഒരു ഡിസിപ്ലിൻ ആയിരിക്കും അവിടെ കീപ്പ് ചെയ്യുന്നത്. ലോങ് ഡ്രോൺ അഡ്മിനിസ്ട്രേറ്റീവ് പ്രോസസ്സ്, ഒരു നീണ്ട ഭരണ പ്രക്രിയ അനുസരിച്ചായിരിക്കും. ഇവിടെ നോക്കിയേ, റെസ്പോൺസിബിലിറ്റി ഓഫ് കോൺട്രാക്ടർ. അപ്പൊ ഡിസിപ്ലിൻ ആർക്കടെ റെസ്പോൺസിബിലിറ്റി ആണ്? കോൺട്രാക്ടറിന്റെ റെസ്പോൺസിബിലിറ്റി അനുസരിച്ചായിരിക്കും ഡിസിപ്ലിൻ വരുന്നത്. കോൺട്രാക്ടർ നല്ല സ്ട്രിക്റ്റ് ആണെങ്കിൽ എംപ്ലോയീസ് എങ്ങനെയായിരിക്കും? കോൺട്രാക്ടർ നല്ല സ്ട്രിക്റ്റ് ആണെങ്കിൽ എംപ്ലോയീസ് എങ്ങനെയായിരിക്കും? അവർക്ക് നല്ല റെസ്പോൺസിബിലിറ്റി, നല്ല ഉത്തരവാദിത്വം ഉണ്ടാവില്ലേ? ഇത് കോൺട്രാക്ടർ ജോലിക്ക് കുറച്ച് ആളെ ഏൽപ്പിച്ചിട്ട് കോൺട്രാക്ടർ പിന്നെ ആ വഴിക്ക് വരാതെ തിരിഞ്ഞു നോക്കാതിരുന്ന എംപ്ലോയീസ് നല്ല റെസ്പോൺസിബിലിറ്റി കാണിക്കോ? കാണിക്കോ? നല്ല ഡിസിപ്ലിൻ ആയിരിക്കും അവർക്ക്? ഇല്ല. അപ്പൊ റെസ്പോൺസിബിലിറ്റി ഓഫ് കോൺട്രാക്ടർ, ആ കോൺട്രാക്ടറിന്റെ റെസ്പോൺസിബിലിറ്റി അനുസരിച്ചായിരിക്കും. അദ്ദേഹം നല്ല രീതിയിൽ അവരോട്, അല്ലെങ്കിൽ നല്ല ഒരു സ്ട്രിക്റ്റും കാര്യങ്ങളൊക്കെ ആണെങ്കിൽ അവിടെ ഡിസിപ്ലിൻ കൂടുതലായിരിക്കും. കോൺട്രാക്ടർ കുറച്ച് എന്താ പറയാ, അത്ര സ്ട്രിക്റ്റ് ഒന്നും അല്ലെങ്കിൽ അവിടെ ഡിസിപ്ലിന്റെ കാര്യം അറിയാലോ. അപ്പോ എന്താ പറയാ, അപ്പൊ എപ്പോഴും എന്താണ്, ഔട്ട്സോഴ്സിംഗ് സർവീസസിൽ ഈ കോൺട്രാക്ടറിന്റെ റെസ്പോൺസിബിലിറ്റി ആയിരിക്കും ഡിസിപ്ലിൻ എന്ന് പറയുന്നത്. ഓക്കെ, റെസ്പോൺസിബിലിറ്റി ഓഫ് കോൺട്രാക്ടറിന്റെ റെസ്പോൺസിബിലിറ്റി ആയിരിക്കും അവരുടെ ഡിസിപ്ലിൻ, നല്ല രീതിയിൽ ഡിസിപ്ലിനിൽ എല്ലാ കാര്യങ്ങളും കറക്റ്റ് ആയിട്ട് ചെയ്യിപ്പിക്കുക എന്നുള്ള കാര്യങ്ങളൊക്കെ കോൺട്രാക്ടറിന്റെ ഉത്തരവാദിത്വമായിരിക്കും ഡിസിപ്ലിൻ. നെക്സ്റ്റ് നോക്കിയേ, ഫോർത്ത് വൺ, കണ്ടിന്യൂറ്റി ഓൺ സ്റ്റാഫ്. ഇനി കണ്ടിന്യൂറ്റി, സ്റ്റാഫിന്റെ കണ്ടിന്യൂറ്റി അല്ലെങ്കിൽ അവർക്കുടെ തുടർച്ച എങ്ങനെയാണ് നോക്കിയേ. അഷ്യൂർസ് hence standard of service can be more stable. എങ്ങനെയാണ് അതിന്റെ കണ്ടിന്യൂറ്റി ഓഫ് സ്റ്റാഫ്? ഒരു സ്റ്റാഫ് ഉറപ്പായിട്ടുള്ള സ്റ്റാഫുകളായിരിക്കും അല്ലെ. ഇപ്പൊ 10 പേരുണ്ട് ആ ഹോസ്പിറ്റലിൽ, ഈ ഹൗസ് കീപ്പിംഗ് വർക്കുകൾ ചെയ്യുന്ന 10 പേരാണ് ആ ഹോസ്പിറ്റലെങ്കിൽ അവർക്കുടെ ആ എന്താ പറയാ, അവര് എംപ്ലോയീസ് മാറുമോ? അവര് എന്താ ഒരു ഉറപ്പ് നൽകുന്നു, ഒരു കറക്റ്റ് ആയിരിക്കും. സ്റ്റാഫിന്റെ കണ്ടിന്യൂറ്റി എന്ന് പറഞ്ഞാൽ ഒരു അഷ്യൂസ് എന്താ ഒരു ഉറപ്പ്. എത്രയും പേരുകളാന്ന് പറഞ്ഞാൽ അത്രയും തന്നെയുള്ളൂ, അതിന് വേറെ വേരിയേഷൻസ് ഒന്നുമില്ല. ഇപ്പൊ 10 പേര് ഓൾറെഡി അതിന് ഉണ്ടെങ്കിൽ 10 പേര് തന്നെയായിരിക്കും, അതിന് വേറെ ചേഞ്ച് ഒന്നും വന്നില്ല. ഹെൻസ് സ്റ്റാൻഡേർഡ് ഓഫ് സർവീസ് ക്യാൻ ബി മോർ സ്റ്റേബിൾ. അതുകൊണ്ട് തന്നെ സ്റ്റാൻഡേർഡ് എങ്ങനെയായിരിക്കും? ആ സർവീസിന്റെ സ്റ്റാൻഡേർഡ് എങ്ങനെയായിരിക്കും? കൂടുതലായിരിക്കും അല്ലെ. കൂടുതൽ സുസ്ഥിരമായിരിക്കും, കൂടുതൽ സ്റ്റേബിൾ ആയിരിക്കും. എന്നുവെച്ചാൽ അവിടെ സ്ട്രിക്റ്റ് ആയിട്ടുള്ള ഒരു ഭരണത്തിന്റെ ഒരു ഇതിന്റെ കീഴിലാണ് അവർ വർക്ക് ചെയ്യുന്നത്. അതുപോലെ തന്നെ എംപ്ലോയീസും എല്ലാവരും ചേഞ്ച് ചെയ്യൂല, ഒരു സ്ഥിരമായിട്ടുള്ള എംപ്ലോയീസ് ഒക്കെയാണ്. അതുകൊണ്ട് തന്നെ അവർ നൽകുന്ന ആ സർവീസിന്റെ സ്റ്റാൻഡേർഡും കൂടുതൽ സ്റ്റേബിൾ ആയിരിക്കും. ദ സ്റ്റാൻഡേർഡ് ഓഫ് സർവീസ് ക്യാൻ ബി മോർ സ്റ്റേബിൾ. ഇവിടെ നോക്കിയേ, നെക്സ്റ്റ് ഔട്ട്സോഴ്സിംഗ് സർവീസിലാണെങ്കിൽ എങ്ങനെയാ? സ്റ്റാഫ് ക്യാൻ കീപ് ഓൺ ചേഞ്ചിങ്, ഹെൻസ് ദ സ്റ്റാൻഡേർഡ് ഓഫ് സർവീസ് ക്യാൻ ബി വേരി. സ്റ്റാഫ് ക്യാൻ കീപ് ഓൺ ചേഞ്ചിങ്. സ്റ്റാഫ് എങ്ങനെയാ? അവിടുത്തെ സ്റ്റാഫുകൾ കറക്റ്റ് ഇത്ര സ്റ്റാഫുകൾ അല്ലെങ്കിൽ ഇന്ന സ്റ്റാഫുകളെന്ന് കറക്റ്റ് ആയിട്ടുണ്ട്, അവിടെ കറക്റ്റ് ആയിട്ടുണ്ടോ? വേരി ചെയ്യും. ആ കോൺട്രാക്ടർ ഇന്നിപ്പോ വിളിക്കുന്ന ആളെ ആവണമെന്നില്ല അടുത്ത ഇതിന് വിളിക്കണത് അയാളെ തന്നെ അടുത്ത വർക്കിന് വെക്കണമെന്നില്ല അല്ലെ. അപ്പൊ അതുകൊണ്ട് തന്നെ ഇവിടെ എന്താണ്, ആ ജീവനക്കാർ, ആ എംപ്ലോയീസ് മാറിക്കൊണ്ടിരിക്കും. അപ്പൊ അതിന്റെ അനുസരിച്ച് ഹെൻസ് ദ സ്റ്റാൻഡേർഡ് ഓഫ് സർവീസ് ക്യാൻ വേരി. ആ സർവീസിന്റെ സ്റ്റാൻഡേർഡ്, അവർ നടത്തുന്ന ആ സർവീസിന്റെ സ്റ്റാൻഡേർഡ് വ്യത്യാസപ്പെട്ടിരിക്കും അല്ലെ. നല്ല ജോലിക്കാരൊക്കെയാണ് അവിടെ വരുന്നതെങ്കിൽ, സർവീസിന് ഉള്ളതെങ്കിൽ അവിടെ നല്ല സ്റ്റാൻഡേർഡ് ആയിരിക്കും അല്ലെ. എന്നാൽ അധികം ജോലിയൊന്നും ചെയ്യില്ലാത്ത ആൾക്കാരൊക്കെ ആണെങ്കിലോ അവിടെ വന്നത് സർവീസ് ക്യാൻ വേരി, ആ സർവീസ് ചേഞ്ച് ആവും. അപ്പൊ അത്രയ്ക്ക് മറ്റുള്ളവര് ചെയ്യണം. അല്ലെങ്കിൽ ചില സ്റ്റാഫുകളൊക്കെ, ചില എംപ്ലോയീസ് ഒക്കെ നന്നായിട്ട് വർക്ക് ചെയ്യുമായിരിക്കും.
അപ്പൊ എപ്പോഴും ഇവിടെ എന്താണ് പറഞ്ഞേക്കുന്നത്, കണ്ടിന്യൂറ്റി ഓഫ് സ്റ്റാഫ് എന്ന് പറഞ്ഞാൽ സ്റ്റാഫ് വേരി ചെയ്തുകൊണ്ടിരിക്കും, ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കും. അപ്പൊ സ്റ്റാഫിന്റെ ആ ചേഞ്ചിനനുസരിച്ച് സ്റ്റാൻഡേർഡ് ഓഫ് സർവീസ് ക്യാൻ വേരി. അതായത് നല്ല രീതിയിൽ വർക്ക് ചെയ്യുന്ന എംപ്ലോയീസ് ആണെങ്കിൽ ആ സർവീസ് നല്ല സ്റ്റാൻഡേർഡ് ഉള്ള സർവീസ് ആയിരിക്കും, നല്ല സർവീസ് ആയിരിക്കും കിട്ടുന്നത്. എന്നാൽ അവര് നിയമിക്കുന്ന എംപ്ലോയീസ് അത് അവര് എന്താ പറയാ, എംപ്ലോയീസ് മാറണതിന്റെ അനുസരിച്ച്, അപ്പൊ അത്രയും ആദ്യം നിന്നവരെ പോലെ വർക്ക് ചെയ്യുന്നവരല്ലെങ്കിൽ അതിന്റെ സർവീസിന്റെ സ്റ്റാൻഡേർഡ് അത് കുറവായിരിക്കും, അത് വ്യത്യാസപ്പെട്ടിരിക്കും. അപ്പോ സ്റ്റാഫ് ക്യാൻ കീപ് ഓൺ ചേഞ്ചിങ്, ഹെൻസ് ദ സ്റ്റാൻഡേർഡ്. സ്റ്റാഫ് ചേഞ്ച് ചെയ്യണതിന്റെ അനുസരിച്ച് സ്റ്റാൻഡേർഡ് ഓഫ് സർവീസ് വേരി ചെയ്യും. മനസ്സിലായത്? ഫസ്റ്റ് നമ്മൾ പറഞ്ഞ സ്റ്റാഫ് സ്ഥിരമാണ്, ഉറപ്പായിട്ട് ഇത്രയും സ്റ്റാഫുകൾ തന്നെയാണ്. അപ്പൊ വർക്ക് എന്നും ഒരുപോലെ തന്നെയായിരിക്കുമല്ലോ, വർക്ക് എന്നും ഒരുപോലെ ആയിരിക്കും, നല്ല സ്റ്റേബിൾ ആയിരിക്കും. ഇത്ര പേര് എന്നുള്ളത് കറക്റ്റ് ആണ് അത്. പക്ഷെ ഇപ്പൊ ഔട്ട്സോഴ്സിംഗിലാണെങ്കിൽ കോൺട്രാക്ടർ ആണ് എംപ്ലോയീസിനെ നിയമിക്കുന്നത്. അപ്പൊ സ്റ്റാഫ് മാറുന്നതിന്റെ അനുസരിച്ച് സർവീസും വേരി ചെയ്യും. നെക്സ്റ്റ് നോക്കിയേ, 5th പോയിന്റ്, ലീവ് ഓർ അവൈലബിലിറ്റി ഓഫ് സ്റ്റാഫ്. ലീവുകള് അല്ലെങ്കിൽ സ്റ്റാഫിന്റെ അവൈലബിലിറ്റി. നോ ലീവ് റിലീഫ്. ലീവ് റിലീഫ് ഇല്ല, അവിടെ ഒരു ലിമിറ്റഡ് ആണ് എല്ലാ കാര്യങ്ങളും. എന്നാൽ ഇവിടെ നോക്കിയേ, ഔട്ട്സോഴ്സിംഗിൽ എങ്ങനെയാ, കോൺട്രാക്ടർ പ്രൊവൈഡ് ലീവ് റിലീഫ് ഇഫ് സോ സ്പെഷ്യലൈസ്ഡ് ഇൻ ദ TORS ടേംസ് ഓഫ് റെഫറൻസ്. ഇവിടെ എന്താ, ഈ ആരാണ് ആ കോൺട്രാക്ടർ ആണ് ഈ അവധിക്ക് ഇളവ് നൽകുന്നത്, ലീവ് റിലീഫ് കൊടുക്കുന്നത്. കോൺട്രാക്ടർ പ്രൊവൈഡ് ലീവ് റിലീഫ്. ഇവിടെ ലീവ് റിലീഫ് ഇല്ല. ഔട്ട്സോഴ്സിംഗിലാണെങ്കിൽ കോൺട്രാക്ടർ ആണ് അവിടെ ലീവ് റിലീഫ് കൊടുക്കുന്നത്. സോ സ്പെഷ്യലൈസ്ഡ് ഇൻ ദ TORS ടേംസ് ഓഫ് റെഫറൻസ്. റെഫറൻസ് അനുസരിച്ചാണ് അല്ലെ അവര് നോക്കും. ഇപ്പൊ ഓരോ ലീവ് കൊടുക്കേണ്ട ആളുകള് അല്ലെങ്കിൽ അത്രയ്ക്ക് എന്തെങ്കിലും കാര്യങ്ങളുണ്ട് ലീവ് കൊടുക്കണമെങ്കിൽ ആ കോൺട്രാക്ടറിന് ലീവ് പ്രൊവൈഡ് ചെയ്യാൻ പറ്റും. ഓക്കെ, contractor provide leave relief if so specialized in the TORS terms of reference. അതാണ് TORS എന്ന് പറഞ്ഞത്, ടേംസ് ഓഫ് റെഫറൻസ്. റെഫറൻസ് അനുസരിച്ച് അവിടെ റെഫറൻസ് അനുസരിച്ച് അവിടെ കോൺട്രാക്ടറിന് ലീവ് റിലീഫ് പ്രൊവൈഡ് ചെയ്യാം. നെക്സ്റ്റ് 6th പോയിന്റ് ആണ് ജോബ് ഡിസ്ക്രിപ്ഷൻ. ഇനി അവിടെ ജോബ് ഡിസ്ക്രിപ്ഷൻ എങ്ങനെയാ, ആസ് ലേഡ് ഡൗൺ ബൈ അതോറിറ്റീസ്. അധികാരികൾ അവിടെ അതോറിറ്റീസ് നിശ്ചയിച്ച പ്രകാരമായിരിക്കും ജോബ് ഡിസ്ക്രിപ്ഷൻ വരുന്നത്. ആ സ്ലൈഡ് ലേഡ് ഡൗൺ ബൈ അതോറിറ്റീസ്. അതോറിറ്റീസ് അധികാരം നിശ്ചയിച്ച പ്രകാരം അവരെങ്ങനെയാണോ തീരുമാനിക്കുന്നത്, അഡ്മിനിസ്ട്രേഷൻ എങ്ങനെയാണോ തീരുമാനിക്കുന്നത് അതിനനുസരിച്ചായിരിക്കും. എന്നാ ഇവിടെ നോക്കിയേ, നെക്സ്റ്റ് ഔട്ട്സോഴ്സിംഗിലാവുമ്പോഴോ ആസ് പെർ ദ ടേംസ് ഓഫ് റെഫറൻസ് ഓഫ് എ കോൺട്രാക്ടർ. ഒരു കരാറുകാരന്റെ നിബന്ധനകൾക്ക് അനുസരിച്ചൊക്കെ ആയിരിക്കും ജോബ് ഡിസ്ക്രിപ്ഷൻ വരുന്നത്, ജോലിയുടെ ഡിസ്ക്രിപ്ഷൻ വിവരണമൊക്കെ വരുന്നത്. ആസ് പെർ ദ ടൈംസ് ഓഫ് റെഫറൻസ് ഓഫ് എ കോൺട്രാക്ട്. കോൺട്രാക്ട് അനുസരിച്ച് നമ്മൾ ആ കോൺട്രാക്ട് കൊടുക്കൂലേ, അതിന്റെ ഇത് റെഫറൻസ് അനുസരിച്ചായിരിക്കും, നിബന്ധനകൾ അനുസരിച്ചായിരിക്കും ജോബ് ഡിസ്ക്രിപ്ഷൻ വരുന്നത്. അപ്പൊ നമ്മൾ ആദ്യം തന്നെ ഒരു കോൺട്രാക്ടർ എഴുതുമ്പോ കോൺട്രാക്ടറിൽ പറയൂലേ എന്താ ഇത്ര നാളത്തേക്ക്, ഇപ്പൊ 6 മാസത്തേക്കാണ് കോൺട്രാക്ടറിൽ എഴുതിയേക്കുന്നത്, അങ്ങനെയാണെങ്കിൽ അത് അത്രയും സമയം കൊണ്ട് തീർക്കാം. അപ്പൊ അത്രയും അവർക്ക് ജോബ് ഡിസ്ക്രിപ്ഷൻ, ആ ജോബിന്റെ എന്താ വിവരണം കാര്യങ്ങളൊക്കെ എപ്പോഴും റെഫറൻസ് ഓഫ് കോൺട്രാക്ടറിനെ റെഫറൻസ് ചെയ്തായിരിക്കും ഇരിക്കുന്നത്. പിന്നെ എൻഷുറിങ് ക്വാളിറ്റി. ഈ ക്വാളിറ്റി എങ്ങനെയാണ്, അറ്റ് ടൈംസ് ഡിഫറെന്റ് ടു മെയിൻറ്റെയിൻ. ചിലപ്പോൾ പരിപാലിക്കാൻ വ്യത്യാസമായിരിക്കും ക്വാളിറ്റി. അറ്റ് ടൈംസ് ഡിഫിക്കൽട്ട് ടു മെയിൻറ്റെയിൻ. അത് ക്വാളിറ്റി നമുക്ക് ഉറപ്പായിട്ട് പറയാൻ പറ്റില്ല. അത് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് എന്താ പറയാ, ഒരു ചിലപ്പോൾ നമുക്കത് ഡിഫിക്കൽട്ട് ആയിരിക്കും, അത് മെയിൻറ്റെയിൻ ചെയ്ത് പോകാനായിട്ട് ഡിഫിക്കൽട്ട് ആയിരിക്കും. അത് അവിടെ സ്ഥിരമുള്ള ജോലിക്കാർ തന്നെയാണ്. അപ്പൊ ക്വാളിറ്റി നമുക്കത് മെയിൻറ്റെയിൻ ചെയ്ത് പോകാനായിട്ട് ഒരു ഇച്ചിരി ബുദ്ധിമുട്ടായിരിക്കും. സ്ഥിരം ആളുകളാണ്, എന്നും അവർ തന്നെ ചെയ്യുന്ന കാര്യങ്ങളാണ്. അപ്പൊ വേറെ എന്താ പറയാ, ക്വാളിറ്റിയുടെ കാര്യത്തില് അറ്റ് ടൈംസ് ഡിഫിക്കൽട്ട് ടു മെയിൻറ്റെയിൻ. ഇനി നമുക്ക് നോക്കിയേ, നെക്സ്റ്റ് ഔട്ട്സോഴ്സിംഗിലാണെങ്കിലോ, ഡെലിവറബിൾ ഷുഡ് ബി ക്ലിയർലി സ്പെൽഡ് ഔട്ട് വിത്ത് ഇൻബിൽറ്റ്
പെനാലിറ്റീസ് ഫോർ പുവർ പെർഫോമൻസ്. എങ്ങനെയാണ് എങ്ങനെയാണ് ആ ഡെലിവറബിൾ ഷുഡ് ബി ക്ലിയർലി സ്പെൽറ്റ്. അത് കറക്റ്റ് ആയിട്ട് അവർ കൊടുക്കുമ്പോൾ, ആ കോൺട്രാക്ട് കൊടുക്കുമ്പോൾ തന്നെ ആ കോൺട്രാക്റ്റിൽ എഴുതിയിട്ടുണ്ടാവും അല്ലെ. അതിനകത്ത് ഡെലിവറിയിൽ ചെയ്യാവുന്നത് വ്യക്തമായിട്ട് അവർ എഴുതിയിട്ടുണ്ടായിരിക്കും അതിനകത്ത്. ഇനി എന്തെങ്കിലും പെനാലിറ്റീസ് എന്ന് വെച്ചാൽ എന്താ, എന്തെങ്കിലും ഇൻബിൽറ്റ്, അതായത് അത്രയും ചെയ്ത് തീരാൻ പറ്റിയില്ലെങ്കിലോ അല്ലെങ്കിൽ അത് ചെയ്യുന്നതിൽ എന്തെങ്കിലും പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ പെനാൽറ്റീസ് ഫോർ പുവർ പെർഫോമൻസ്, അതിന് പിഴ ഈടാക്കും. പുവർ പെർഫോമൻസിന് പിഴ ഈടാക്കും. നമുക്കിവിടെ അവർക്ക് പിഴ ഇടാനൊന്നും പറ്റില്ലല്ലോ. അവിടെ അതിന്റെ ഉള്ളിലുള്ള ജോലിക്കാരാണ് ഇത് ചെയ്യുന്നത്. ഈ ഹൗസ് കീപ്പിങ്ങിന് വരുന്നത്, ഇൻ ഹൗസ് സർവീസിനകത്ത് വരുന്നത്. അപ്പൊ അതുകൊണ്ട് ഇപ്പൊ അവര് വർക്ക് ചെയ്യുന്നതൊക്കെ ഇച്ചിരി കുറവാണെങ്കിൽ പോലും നമുക്ക് അതിന് പിഴയിടാനോ അല്ലെങ്കിൽ അങ്ങനെയൊന്നും പറ്റില്ല. പക്ഷെ ഇവിടെ നമ്മളൊരു കോൺട്രാക്ടർ ആണ് അല്ലെ, ഇവര് എംപ്ലോയീസിനെ നിയമിക്കുന്ന ഒരു കോൺട്രാക്ട് അനുസരിച്ചാണ് അവര് വർക്ക് ചെയ്യുന്നത്. അപ്പൊ അതിനകത്ത് ആ കോൺട്രാക്റ്റിൽ തന്നെ അവിടെ ക്ലിയർ ആയിട്ട് പറഞ്ഞിട്ടുണ്ടാവും ആ ക്വാളിറ്റി ഇത്ര ഇതുകൊണ്ട് ഇന്ന രീതിയിലൊക്കെ ചെയ്യാന്നുള്ളത്. ഇനി അവർക്കുടെ പൂർ പെർഫോമൻസ്, ഇനി അവർ ചെയ്യുന്നതിൽ എന്തെങ്കിലും അത് അത്രയും ബെറ്റർ ആയിട്ടില്ലെങ്കിൽ അല്ലെങ്കിൽ പെർഫോമൻസ് കുറവാണ്, അത്രയും ക്വാളിറ്റി ഇല്ലെങ്കിൽ എന്ത് ചെയ്യാം? പെനാലിറ്റീസ്, അതിന് പിഴ ഈടാക്കാം. അപ്പൊ ഇവര് പറഞ്ഞ പോലെ ആയില്ല, അതിലെന്തെങ്കിലും വ്യത്യാസമൊക്കെ വന്നിട്ടുണ്ട്, അല്ലെങ്കിൽ അത്ര ബെറ്റർ ആയിട്ടില്ലെങ്കിൽ, അല്ലെങ്കിൽ പൂർ പെർഫോമൻസ് ആണെങ്കിൽ നമുക്ക് അതിന് ഞങ്ങൾ അന്ന് പറഞ്ഞ രീതിക്ക് നിങ്ങൾ അത് ചെയ്തിട്ടില്ല, അപ്പൊ അതുകൊണ്ട് ഞങ്ങൾ ഇത്രയും ഇത് അതിന് നഷ്ടപരിഹാരമായിട്ട് ഞങ്ങൾ എടുക്കുക എന്നുള്ള രീതിയിൽ അങ്ങനെ നമുക്ക് എന്ത് ചെയ്യാം? പൂർ പെർഫോമൻസിന് നമുക്ക് പെനാൽറ്റീസ്, പിഴ ഈടാക്കാൻ പറ്റും. ഓക്കെ, ഇതാണ് രണ്ട് ടേബിൾ ആയിട്ട് തന്നെയാണ് തന്നേക്കുന്നത്. അപ്പൊ ജസ്റ്റ് നിങ്ങൾ ഓരോന്നും എലമെന്റ്സ് ആണ് ഫസ്റ്റ് കോളത്തിൽ തന്നേക്കുന്നത്, സെക്കൻഡില് ഇൻ ഹൗസ് സർവീസും തേർഡ് കോളത്തില് ഔട്ട്സോഴ്സ് സർവീസും ആണ് തന്നേക്കുന്നത്. അപ്പൊ ഓരോന്നൊന്ന് വായിച്ചു നോക്കി, ടേബിൾ ഒന്ന് വായിച്ചു നോക്കി. ആദ്യം നമ്മൾ ഉപയോഗിക്കും. അതുകൊണ്ട് അതിനെ the student as well as the teacher have entered the class. He might be subject to answer or might be for a learning money. After the teacher and the student. Along the teacher, അതിനുശേഷം വീഡിയോ ഇത് കഴിഞ്ഞെങ്കിൽ പറയണോ കേട്ടോ. The forms just for this. Just for this. You can speak to his wife also just for the marriage taking റെഡി ചെയ്ത് കഴിഞ്ഞോ? കഴിഞ്ഞു. ഓക്കെ ഓക്കെ. അപ്പോ നമ്പർ എങ്ങനെയായിരുന്നു? ഇൻ ഹൗസിംഗിൽ എങ്ങനെയായിരുന്നു നമ്പർ? എംപ്ലോയീസിന്റെ നമ്പർ ഫിക്സ്ഡ് ആണ് അല്ലേ?
ഔട്ട്സോഴ്സിംഗിലെ എംപ്ലോയീസിന്റെ എങ്ങനെയായിരുന്നു നമ്പർ? വർക്ക് ലോഡ് അനുസരിച്ച് ഡിപ്പെൻഡിങ് ഓൺ വർക്ക് ലോഡ് അനുസരിച്ച് വേരി ചെയ്യും. പിന്നെ നെക്സ്റ്റ് എലമെന്റ് ആണ് കൺട്രോള്. ഇൻ ഹൗസ് സർവീസിലെ കൺട്രോൾ എങ്ങനെയായിരിക്കും? ഡയറക്റ്റ് കൺട്രോൾ. ഡയറക്റ്റ് നേരിട്ട് മാനേജ്മെന്റ് അല്ലെങ്കിൽ ഓതറൈസേഷൻ അതോറിറ്റി അനുസരിച്ച് അവരുടെ ഡയറക്റ്റ് കൺട്രോളിലായിരിക്കും. ഔട്ട്സോഴ്സിംഗിലോ കോൺട്രാക്ടർ ആയിരിക്കും അവരെ കൺട്രോൾ ചെയ്യുന്നത്. നെക്സ്റ്റ് തേർഡ് എലമെന്റ് ആണ് ഡിസിപ്ലിൻ. ഡിസിപ്ലിൻ എങ്ങനെയായിരിക്കും ഇവിടെ? അഡ്മിനിസ്ട്രേഷൻ അനുസരിച്ചല്ലേ? ലോങ് ഡ്രോൺ അഡ്മിനിസ്ട്രേറ്റീവ് പ്രോസസ്, നീണ്ട ഭരണ പ്രക്രിയ അനുസരിച്ച് അഡ്മിനിസ്ട്രേഷന്റെ അനുസരിച്ചായിരിക്കും അവിടെ ഡിസിപ്ലിൻ എന്ന് പറയുന്നത്. ഇവിടെ ഔട്ട്സോഴ്സിംഗിലെ ഡിസിപ്ലിൻ എങ്ങനെയായിരിക്കും? ആർക്കുടെ ഉത്തരവാദിത്ത ഡിസിപ്ലിന്റെ ഒക്കെ? കോൺട്രാക്ടർ. റെസ്പോൺസിബിലിറ്റി ഓഫ് കോൺട്രാക്ടറിന്റെ റെസ്പോൺസിബിലിറ്റി ആയിരിക്കും. പിന്നെ സ്റ്റാഫിന്റെ കണ്ടിന്യൂറ്റി എങ്ങനെയാണ്? ഇവിടെ സ്റ്റാഫിന്റെ കണ്ടിന്യൂറ്റി നമുക്ക് എങ്ങനെയാ ചേഞ്ച് ചെയ്യോ? നമുക്ക് അവിടെ ഉറപ്പായിട്ട് നമുക്ക് പറയാം അല്ലെ. അതുകൊണ്ട് തന്നെ സ്റ്റാൻഡേർഡ് ഓഫ് സർവീസ് എങ്ങനെയായിരിക്കും? ക്യാൻ മോർ സ്റ്റേബിൾ നല്ല സ്റ്റേബിൾ ആയിരിക്കും സ്റ്റാൻഡേർഡ് ഓഫ് സർവീസ്. ഇനി ഔട്ട്സോഴ്സിംഗിലാണെങ്കിലോ സ്റ്റാഫ് എങ്ങനെയാണ്? സ്ഥിര ആളുകളാവണമെന്നില്ല അല്ലെ. സ്റ്റാഫ് ക്യാൻ കീപ് ഓൺ ചേഞ്ചിങ് ഹെൻസ് ദ സ്റ്റാൻഡേർഡ് ഓഫ് സർവീസ്. അപ്പൊ സ്റ്റാഫ് ചേഞ്ച് ചെയ്യുന്നതിന്റെ അനുസരിച്ച് ആ സർവീസിന്റെ സ്റ്റാൻഡേർഡ് എങ്ങനെയാണ്? സ്റ്റാൻഡേർഡ് ഓഫ് സർവീസ് ക്യാൻ വേരി. ഓക്കെ. പിന്നെ അടുത്ത ലീവ് നോക്കിയേ. നോ ലീവ് റിലീഫ്. ലീവ് റിലീഫ് ഇല്ല അവിടെ. ഇവിടെ എങ്ങനെയാ? നമുക്ക് ഔട്ട്സോഴ്സിംഗിന് എങ്ങനെയാ? കോൺട്രാക്ടർ ആണ് ലീവ് റിലീഫ് എന്താണ് പ്രൊവൈഡ് ചെയ്യുന്നത് അല്ലെ. അദ്ദേഹം എങ്ങനെയാണ്? ടേംസ് ഓഫ് റെഫറൻസിനനുസരിച്ച് ആ ലീവ് ആവശ്യമാണോ അല്ലെങ്കിൽ അങ്ങനെ അതനുസരിച്ച് ലീവ് റിലീഫ് പ്രൊവൈഡ് ചെയ്യുന്നത് കോൺട്രാക്ടർ ആയിരിക്കും. പിന്നെ നെക്സ്റ്റ് 6th വൺ ആണ് ജോബ് ഡിസ്ക്രിപ്ഷൻ. ജോബ് എങ്ങനെയായിരിക്കും? ജോബ് ഡിസ്ക്രിപ്ഷൻ അതോറിറ്റീസ് അനുസരിച്ചായിരിക്കും അല്ലെ. അധികാരികള് അതോറിറ്റീസ് നിശ്ചയിച്ച പ്രകാരമായിരിക്കും ജോബ് ഡിസ്ക്രിപ്ഷൻ. ഇവിടെ എന്തിനനുസരിച്ചാണ്? ആസ് പെർ ദ ടൈംസ് ഓഫ് റെഫറൻസ് ഓഫ് ദ കോൺട്രാക്ട് അനുസരിച്ചായിരിക്കും ആ ജോബ് ഡിസ്ക്രിപ്ഷൻ. എങ്ങനെയൊക്കെയാണ്? ഇപ്പൊ എത്ര സമയം കൊണ്ട് നമുക്ക് അത് തീർക്കാം, വർക്ക് തീർക്കാം, അപ്പൊ എത്ര എംപ്ലോയീസ് വേണം, ഇന്നുള്ളൊക്കെ അതിന്റെ ജോലി ഓരോരുത്തർക്കുടെയും ജോലികളുടെ ഉള്ള എന്താണ് വിവരണം, ഇതൊക്കെ ആ തരംതിരിവ് ഇതൊക്കെ നമുക്ക് ആസ് പെർ ദ ടൈംസ് ഓഫ് ദ റെഫറൻസ് ഓഫ് എ കോൺട്രാക്ട് ബേസ് ചെയ്തിട്ടായിരിക്കും. നെക്സ്റ്റ് ലാസ്റ്റ് വൺ ആണ് എൻഷുറിംഗ് ക്വാളിറ്റി. ക്വാളിറ്റി എങ്ങനെയായിരിക്കും? ഇൻ ഹൗസിലാണെങ്കിൽ അറ്റ് ദ ടൈംസ് ഡിഫിക്കൽട്ട് ടു മെയിൻറ്റെയിൻ. ചില സമയങ്ങളിൽ നമുക്ക് ആ ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ളത് ഒരു ഡിഫിക്കൽട്ട് ആയിട്ടുള്ള കാര്യമാണ്. എന്നാൽ ഔട്ട്സോഴ്സിംഗിൽ എങ്ങനെയായിരിക്കും? ക്ലിയർലി സ്പെൽഡ് ഔട്ട് അല്ലെ. ഡെലിവറബിൾ ഷുഡ് ബി ക്ലിയർലി സ്പെൽഡ് ഔട്ട് വിത്ത് ഇൻബിൽറ്റ് പെനാലിറ്റീസ്. ഇനി അവിടെ എന്തെങ്കിലും അവര് പൂർ പെർഫോമൻസ് ആണെങ്കിൽ അതിനത് പിഴ ഈടാക്കാം, നമുക്ക് പെനാലിറ്റീസ് പറയാം. അതുകൊണ്ട് തന്നെ ക്വാളിറ്റി നമ്മൾ പുറമേ ഉള്ള ഇത് വെച്ചിട്ട് ചെയ്യുന്നതാണ്. അപ്പൊ അതുകൊണ്ട് ഒരു കോൺട്രാക്ടറിന്റെ കീഴിലാണ് എംപ്ലോയീസ് വർക്ക് ചെയ്യുന്നത്. അപ്പൊ അതുകൊണ്ടൊക്കെ നമ്മൾ കറക്റ്റ് ആയിട്ട് ആ കോൺട്രാക്ടിൽ തന്നെ നമുക്ക് പറയാൻ പറ്റും ക്വാളിറ്റിയും കാര്യങ്ങളും ഇന്ന രീതിയിൽ ഇത്ര ക്വാളിറ്റി അല്ലെങ്കിൽ ഇങ്ങനെ വേണം എന്ന് തന്നെ നമുക്ക് മസ്റ്റ് ആയിട്ട് പറയാൻ പറ്റും. ഇനി അവിടെ എന്തെങ്കിലും അവിടെ ഒരു പൂർ പെർഫോമൻസ് ആണെങ്കിൽ നമ്മൾ ആ കരാറിൽ എഴുതിയത് കോൺട്രാക്റ്റിൽ പറഞ്ഞേക്കുന്നതിനേക്കാളും അവര് ചെയ്യുന്ന പെർഫോമൻസ് അല്ലെങ്കിൽ സർവീസ് അതിനേക്കായി മോശമാണെങ്കിൽ നമുക്ക് അവിടെ എന്ത് ഏർപ്പെടുത്താം? നമുക്ക് അവിടെ പിഴ ഈടാക്കാം, പെനാലിറ്റീസ്. അതിന് ഇത്ര നമുക്ക് നമ്മുടെ നഷ്ടപരിഹാരം നമുക്ക് മേടിക്കാം, നമുക്ക് അത് കഴിഞ്ഞിട്ടുള്ളതൊക്കെ അവർക്ക് കൊടുത്താൽ മതി, അല്ലെങ്കിൽ അതിന്റെ പിഴ ഈടാക്കാം. ക്ലിയർ അല്ലേ അത്? ഓക്കെ, ക്ലിയർ അല്ലേ ടേബിള്? ഔട്ട്കം ഓഫ് എ ഗുഡ് ഹൗസ് കീപ്പിംഗ്. ഔട്ട്കം എന്ന് വെച്ചാൽ എന്താ? ഔട്ട്കം അതിന്റെ ഫലം. ഔട്ട്കം ഓഫ് ഗുഡ് ഹൗസ് കീപ്പിംഗ്. ഒരു നല്ലൊരു ഹൗസ് കീപ്പിംഗിന്റെ അതിന്റെ ഫലം എന്താണ്? എങ്ങനെയാന്ന് നോക്കിയേ. ഫസ്റ്റ് വൺ നോക്കിയേ, അവോയ്ഡ് ആൻഡ് കൺട്രോൾ ഇൻഫെക്ഷൻ. നമ്മൾ ഈ ക്ലീനസ് ഒക്കെ എന്തിനാ ചെയ്യുന്നേ? ഹൗസ് കീപ്പിംഗ് സർവീസസ് ഒക്കെ എന്താ പറയുന്നത്? ക്ലീൻനെസ് ആണ്. അത് എന്തിനു വേണ്ടിയിട്ടാണ്? അവോയ്ഡ് ചെയ്യാൻ, നമുക്ക് അത് ഒഴിവാക്കാൻ. ആൻഡ് കൺട്രോൾ ഇൻഫെക്ഷൻ, ഇൻഫെക്ഷനെ നിയന്ത്രിക്കാനും അത് ഒഴിവാക്കാനും അല്ലെ. അത് ഇൻഫെക്ഷൻ അവോയ്ഡ് ചെയ്യും, അതുപോലെ തന്നെ കൺട്രോൾ ചെയ്യുകയും ചെയ്യുന്നു. അതൊരു നല്ലൊരു ഹൗസ് കീപ്പിംഗിന്റെ ഫലമല്ലേ നമുക്ക്, അല്ലെ?
അല്ലെ? നല്ലൊരു ഹൗസ് കീപ്പിംഗ് സർവീസിലൂടെ നമുക്ക് ഇൻഫെക്ഷനെ കൺട്രോൾ ചെയ്യാം, അല്ലെങ്കിൽ ഇൻഫെക്ഷനെ പൂർണ്ണമായിട്ടും നമുക്ക് അവോയ്ഡ് ചെയ്യാം, അല്ലെ? നോസോകോമിയൽ ഇൻഫെക്ഷൻ, ഹോസ്പിറ്റൽ അക്വയർഡ് ഇൻഫെക്ഷൻ, അതായത് അങ്ങനെയുള്ള ഇൻഫെക്ഷൻസിനെയൊക്കെ നമുക്ക് പൂർണ്ണമായിട്ടും നമുക്ക് അതിനെ അവോയ്ഡ് ചെയ്യുകയും കൺട്രോൾ ചെയ്യുകയും ചെയ്യാം. നെക്സ്റ്റ് നോക്കിയേ, കർട്ടൈൽ ആവറേജ് ലെങ്ത് ഓഫ് സ്റ്റേ. അതെന്താ ഉദ്ദേശിക്കുന്നത്? കർട്ടൈൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? റെഡ്യൂസ് ചെയ്യാന്നുള്ള മീനിങ് ആണ്. ആവറേജ് ലെങ്ത് ഓഫ് സ്റ്റേ, അവിടെ സ്റ്റേ ചെയ്യുന്നതിന്റെ അതിന്റെ ലെങ്ത് കുറയ്ക്കുന്നു. ഹോസ്പിറ്റലില് സ്റ്റേ ചെയ്യുന്നതിന്റെ ലെങ്ത് കുറയ്ക്കുന്നു എന്ന് വെച്ചാൽ എന്താ? എന്താ പോയിന്റ് നിങ്ങൾക്ക് മനസ്സിലായേ? ഹോസ്പിറ്റലില് സ്റ്റേ ചെയ്യുന്നത് അതാ കർട്ടൈൽ റെഡ്യൂസ് ചെയ്യുന്നു. ആവറേജ് ലെങ്ത് ഓഫ് സ്റ്റേ, അവിടെ സ്റ്റേ ചെയ്യുന്നതിന്റെ ലെങ്ത് അത് കുറയ്ക്കുന്നു. അതെന്താ മീൻ ചെയ്തേ? നിങ്ങൾക്ക് എന്താ മനസ്സിലായേ? ഹോസ്പിറ്റലിൽ സ്റ്റേ ചെയ്യണതിന്റെ ലെങ്ത് കുറയ്ക്കുന്നു, അതാണ് അതിന്റെ മീനിങ്. അതിന് നിങ്ങൾക്ക് എന്താ മനസ്സിലായേ? ആലോചിച്ച് നോക്കിയേ. ഹോസ്പിറ്റലിൽ സ്റ്റേ ചെയ്യുന്നതിന്റെ ആ ലെങ്ത് റെഡ്യൂസ് ചെയ്യുന്നു, കുറയ്ക്കുന്നു അല്ലെങ്കിൽ കുറയുന്നു. അത് അതിന്റെ നല്ലൊരു ഹൗസ് കീപ്പിംഗിന്റെ ഫലമാണ്. ആർക്കും മനസ്സിലായില്ല? നിങ്ങൾ പറഞ്ഞോ? നമുക്ക് തെറ്റാണെങ്കിൽ കുഴപ്പമില്ല. നിങ്ങൾക്ക് എന്താ മനസ്സിലായെന്ന് അറിയാൻ വേണ്ടി ഞാൻ ചോദിച്ചാ. എന്താ അത് ഉദ്ദേശിക്കുന്നേ? ക്ലീൻ ചെയ്യുന്നുണ്ട്. നല്ല ക്ലീൻ ആണെങ്കിൽ, ഗുഡ് ഹൗസ് കീപ്പിംഗ്, ഹോസ്പിറ്റലൊക്കെ നല്ല ക്ലീൻ ആണെങ്കിൽ വേഗം ഡിസീസ് ഒക്കെ മാറി നമുക്ക് വീട്ടിലേക്ക് പോരാൻ പാടില്ലേ? അപ്പൊ നമുക്ക് ഇൻഫെക്ഷൻസ് ഡിസീസ്, നോസോകോമിയൽ ഇൻഫെക്ഷൻ അല്ലെങ്കിൽ അങ്ങനെയുള്ള ഡിസീസ് ഒന്നും വേറെ ഉണ്ടാകുന്നില്ല. അപ്പൊ എന്താ പറയാ, ഡിസീസ് ഒക്കെ അപ്പൊ നല്ല ക്ലീൻ ആണെങ്കിൽ നമുക്ക് വേറെ ഇൻഫെക്ഷൻ ഒന്നും വരില്ല, അല്ലെങ്കിൽ ആ രോഗങ്ങളൊക്കെ പെട്ടെന്ന് മാറൂലേ നല്ല ക്ലീൻനെസ്സോടുകൂടി. അതാ പറഞ്ഞ ആ ഹോസ്പിറ്റലില് നമ്മൾ സ്റ്റേ ചെയ്യുന്നതിന്റെ ലെങ്ത് കുറയ്ക്കുന്നു. അപ്പൊ നമ്മൾ ഇപ്പൊ 2 ദിവസം കൊണ്ട് തന്നെ രോഗം മാറി നമുക്ക് ഡിസ്ചാർജ് ചെയ്ത് വീട്ടിലേക്ക് പോരാൻ പറ്റുന്നു. എന്നാൽ അവിടെ ക്ലീൻനെസ് ഒന്നും ഇല്ല, മര്യാദയ്ക്ക് വൃത്തിയൊന്നും ഇല്ല, അല്ലെങ്കിൽ ക്ലീൻ ചെയ്യുന്നില്ലെങ്കിൽ നമുക്ക് അവിടെ നിന്ന് തന്നെ ഇൻഫെക്ഷൻ വേണമെങ്കിൽ കിട്ടാം, അല്ലെ? അല്ലെങ്കിൽ ഇൻഫെക്ഷൻ ആയിട്ട് എന്തെങ്കിലും രോഗം കൊണ്ട് നമ്മൾ ചെന്ന് കഴിഞ്ഞാലും ആ ഇൻഫെക്ഷൻ കൂടാൻ ചാൻസ് ഇല്ലേ? അപ്പൊ നമ്മളിത് പറയുന്നത് എന്താ? നല്ലൊരു ഹൗസ് കീപ്പിംഗിന്റെ ഔട്ട്കം, അതിന്റെ ഫലമാണ് പറയുന്നത്. അപ്പൊ ഫസ്റ്റ് എന്താ പറഞ്ഞേ? അവോയ്ഡ് ആൻഡ് കൺട്രോൾ ഇൻഫെക്ഷൻ. നമുക്ക് ഇൻഫെക്ഷനെ അവോയ്ഡ് ചെയ്യാം, അതുപോലെ തന്നെ അതിനെ കൺട്രോൾ ചെയ്യാൻ പറ്റുന്നു. രണ്ടാമത് നമ്മൾ ഹോസ്പിറ്റലിൽ സ്റ്റേ ചെയ്യുന്നതിന്റെ ആ ലെങ്ത് കുറയ്ക്കാൻ പറ്റുന്നു. റെഡ്യൂസ് ദ ആവറേജ് ലെങ്ത് ഓഫ് സ്റ്റേ. 2 പോയിന്റ് ക്ലിയർ ആയോ? മനസ്സിലായോ? പോയിന്റ് നോക്കിയേ. റിഡക്ഷൻ ഇൻ കോസ്റ്റ് ഓഫ് മെഡിക്കൽ കെയർ. റെഡ്യൂസ് കുറയുക ഇൻ ദ കോസ്റ്റ് ഓഫ് മെഡിക്കൽ കെയർ. എന്താ? മെഡിക്കൽ കെയറിലുള്ള ചെലവ്, കോസ്റ്റ് കുറയുന്നു, അല്ലെ? ഇപ്പൊ 5 ദിവസം ആശുപത്രി കിടന്ന് നമ്മൾ പോരുന്നതും അത് ഇൻഫെക്ഷൻ അവിടെ കിടന്ന് നമുക്ക് ഒന്നും വൃത്തിയൊന്നും ഇല്ലെങ്കിൽ ഇൻഫെക്ഷൻ വീണ്ടും വന്ന് 10 ദിവസം കിടക്കുമ്പോഴും ആ കോസ്റ്റിൽ അവിടെ നമുക്ക് ആ ചെലവ്, മെഡിക്കൽ കെയറിന്റെ കോസ്റ്റ് എങ്ങനെയാ കൂടൂലേ? അപ്പൊ നല്ലൊരു ഹൗസ് കീപ്പിംഗിലൂടെ എന്താ പറ്റുന്നേ? റിഡക്ഷൻ ഇൻ ദ കോസ്റ്റ് ഓഫ് മെഡിക്കൽ കെയറിന്റെ ആ കോസ്റ്റ് കുറയ്ക്കാൻ പറ്റുന്നു. വേഗം ഡിസ്ചാർജ് ചെയ്ത് നമുക്ക് വേഗം അസുഖം മാറി വേഗം വീട്ടിലെത്തി കഴിഞ്ഞു കഴിഞ്ഞാൽ ആ മെഡിക്കൽ കെയറിന് കൊടുക്കുന്ന ആ കോസ്റ്റ് നമുക്ക് കുറയ്ക്കാൻ പറ്റില്ലേ? കുറയുന്നു. നെക്സ്റ്റ് ആണ് 4th പോയിന്റ്, കർട്ടൈൽ പേഷ്യന്റ് സഫറിങ്. അടുത്താണ് പേഷ്യന്റിന്റെ സഫറിങ്, കഷ്ടപ്പാടുകൾ കുറയ്ക്കുന്നു, രോഗിയുടെ ബുദ്ധിമുട്ടുകളൊക്കെ കുറയ്ക്കുന്നു അല്ലെങ്കിൽ കുറയുന്നു. നല്ലൊരു ഹൗസ് കീപ്പിങ്ങിലൂടെ ഇപ്പൊ അവര് നല്ലത് ക്ലീൻ ചെയ്തില്ലെങ്കിൽ ആ വേസ്റ്റും കാര്യങ്ങളൊക്കെ ചിലപ്പോ പേഷ്യന്റിന്റെ എന്താ പറയാ, അതുകൊണ്ട് തന്നെ അവർക്ക് ഭയങ്കര ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ആയിരിക്കും, അല്ലെ? നല്ല നീറ്റല്ല, നല്ല വൃത്തിയില്ല, പ്രോപ്പറായിട്ട് ഹൗസ് കീപ്പിംഗ് സർവീസസ് ഒക്കെ നടത്തുന്നില്ലെങ്കിൽ ആ പേഷ്യന്റിന്റെ സഫറിങ് ആയിരിക്കും, അവർക്കൊരു ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും, നമുക്കാണെങ്കിൽ ഇറിറ്റേഷൻ ആയിരിക്കും. അപ്പൊ അങ്ങനെയുള്ള രോഗികളുടെ സഫറിങ്, പേഷ്യന്റിന്റെ കഷ്ടപ്പാടുകള് കുറയ്ക്കുന്നു. നെക്സ്റ്റ് ആണ് ഇന്റൻസിറ്റി പബ്ലിക് റിലേഷൻസ്. ഇന്റൻസിറ്റീസ് എന്ന് വെച്ചാൽ അതിന്റെ തീവ്രത. പബ്ലിക് റിലേഷൻ തീവ്രമാകുന്നു, കുറച്ചുകൂടി പബ്ലിക് റിലേഷൻസ് കൂടുന്നു, പബ്ലിക് റിലേഷൻസ് തീവ്രമാകുന്നു. ഇന്റൻസിറ്റീസ് പബ്ലിക് റിലേഷൻ.
പിന്നെ അടുത്താണ് ഇൻക്രീസ് പോപ്പുലാരിറ്റി. അതൊന്ന് കറക്റ്റ് ചെയ്തേ. ഇൻക്രീസസ് പോപ്പുലാരിറ്റി. POPULARITY. ഇൻക്രീസസ് പോപ്പുലാരിറ്റി. സ്പെല്ലിംഗ് അതിനകത്തൊന്ന് കറക്റ്റ് ചെയ്തോ കേട്ടോ. ഇൻക്രീസസ് പോപ്പുലാരിറ്റി എന്നാണ് കേട്ടോ. POPULARI. ജനപ്രീതി വർദ്ധിക്കുന്നു. അതാണ് ഇൻക്രീസ് ചെയ്യുന്നു. ആളുകൾ പറയൂലേ നല്ല സർവീസ് ആണ് ഹോസ്പിറ്റലിൽ കിട്ടുന്നേ, നല്ല ക്ലീൻ ആണ്, നീറ്റ് ആണ് എന്നൊക്കെ പറയുമ്പോൾ എന്താണ് അത് നമ്മുടെ എന്താ പറയാ, ആളുകൾക്ക് ഒരു പോസിറ്റീവ്, ആ ഹോസ്പിറ്റലിനെ കുറിച്ച് ഒരു പോസിറ്റീവ് അറ്റ്മോസ്ഫിയർ വരുന്നു. അതുപോലെ തന്നെ പോപ്പുലാരിറ്റി വർദ്ധിക്കുന്നു. നെക്സ്റ്റ് ആണ് മോർ വിസിറ്റ് ഓഫ് പേഷ്യന്റ്. നോക്കിയേ, രോഗികളുടെ കൂടുതൽ സന്ദർശനം. നമ്മൾ ചെന്ന് പറയൂലേ, നമ്മള് ഡിസ്ചാർജ് ചെയ്ത് വീട്ടിൽ ചെന്ന് നിങ്ങൾ കാണാൻ വരുന്നവരോടൊക്കെ പറയൂലേ, ഓ ആ ഹോസ്പിറ്റലിൽ ചെന്നിട്ട് നല്ലൊരു പോസിറ്റീവ് ആയിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയർ ആയിരുന്നു, എനിക്ക് അത് കണ്ടപ്പോ തന്നെ എന്റെ പകുതി അസുഖം മാറി, നല്ല നീറ്റ് ആൻഡ് ടൈഡി ആണ്, എല്ലാ കാര്യങ്ങളും കറക്റ്റ് ആണ് എന്നൊക്കെ നിങ്ങൾ പറയൂലേ, നമ്മളൊരു പബ്ലിസിറ്റി കൊടുക്കൂലേ. അപ്പൊ അതുകൂടി എന്ത് ചെയ്യും, അപ്പൊ നിങ്ങളുടെ റിലേറ്റീവ്സ്, നിങ്ങളുടെ നെയ്ബേഴ്സ് ഒക്കെ ആ ഹോസ്പിറ്റലിൽ വിസിറ്റ് ചെയ്യും. അപ്പൊ നമ്മൾ പറയും അവിടെ പോയാൽ മതി, ആ ഹോസ്പിറ്റലിൽ പോയാൽ മതി എന്നുള്ളൊരു നമ്മളൊരു ഇത് വെക്കും അല്ലെ. അപ്പൊ അങ്ങനെ നമ്മളൊരു പബ്ലിസിറ്റി തന്നെ കൊടുക്കും, ഒരു പോസിറ്റീവായിട്ട് ആ ഒരു ഹോസ്പിറ്റലിനെ കുറിച്ച് നമ്മൾ മറ്റുള്ളവരോടൊക്കെ പറഞ്ഞ്, അപ്പൊ കൂടുതൽ പേഷ്യൻസ് ആ ഹോസ്പിറ്റലിൽ വിസിറ്റ് ചെയ്യാനുള്ളൊരു സാഹചര്യം വരും. മോർ വിസിറ്റ് ഓഫ് പേഷ്യന്റ്. ഇതൊക്കെ ഈ നല്ലൊരു ഹൗസ് കീപ്പിംഗിന്റെ ഔട്ട്കം ആയിട്ടാണ് പറയുന്നത് കേട്ടോ. അതിന്റെ ഒരു ഫലമാണ് മോർ വിസിറ്റ് ഓഫ് പേഷ്യൻസ്. പിന്നെ ലാസ്റ്റ് വണ്ണാണ് ഗ്രേറ്റ് പേഷ്യന്റ് സ്റ്റാറ്റ്. അതും ഒന്ന് കറക്റ്റ് ചെയ്തേ. സാറ്റിസ്ഫാക്ഷൻ. SATISFACTION. ഗ്രേറ്റ് പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ. പേഷ്യന്റിന് നല്ലൊരു സംതൃപ്തി കിട്ടുന്നു അല്ലെ. പേഷ്യന്റിന് നല്ലൊരു സംതൃപ്തി കിട്ടുന്നു, സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്നു, നല്ല നമ്മൾ സാറ്റിസ്ഫൈഡ് ആണ്. അവിടെ ചെന്ന് കഴിയുമ്പോൾ തന്നെ നമ്മളൊരു പോസിറ്റീവ് അറ്റ്മോസ്ഫിയർ കിട്ടുമ്പോൾ തന്നെ നമുക്ക് പകുതി രോഗങ്ങൾ മാറും. അപ്പൊ അങ്ങനെ വരുമ്പോ നമുക്ക് തന്നെ ഒരു സംതൃപ്തി ലഭിക്കും. ഇത്രയും കാര്യങ്ങളാണ് അവന്റെ ഔട്ട്കം ആയിട്ട് പറയുന്നത്. അപ്പൊ നിങ്ങൾ ആ പോയിന്റ്സുകൾ ഒന്ന് വായിച്ചേ. 8 പോയിന്റ് ആയിട്ടാണ് അവിടെ കൊടുത്തേക്കുന്നത് കേട്ടോ. ആ പോയിന്റ്സുകൾ 8 ഒന്ന് വായിക്കും. അതുപോലെ എക്സാമ്പിൾ പറയാൻ ഞാൻ മാത്രമല്ല എന്റെ അച്ഛനും not only I but also my father. അവിടെ ആർക്കും കഴിഞ്ഞാമോ? But also in the sense, my father is going for it. Is going for it. Okay. Apa enggak? Either or more than that, either this or that. Atau ada itu memang അതുപോലെ he brings neighbor properly. He brings neighbor properly, not അവൻ ഹാപ്പിയോ റീഡ് ചെയ്ത് കഴിഞ്ഞോ? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ അതില്? ഇല്ല. ഓക്കെ, ജിനു ഒന്ന് റീഡ് ചെയ്തേ. Avoid and control infection. Okay, avoid and control infection. അയച്ചോ? Average length of stay. കറക്റ്റ് ആവറേജ് ലെങ്ത് ഓഫ് സ്റ്റേ.
ലെങ്ത് അവിടെ സ്റ്റേ ചെയ്യുന്നതിന്റെ ലെങ്ത് റെഡ്യൂസ് ചെയ്യുന്നു, കുറയ്ക്കാൻ പറ്റുന്നു. കർട്ടൈൽ എന്ന് വെച്ചാൽ റെഡ്യൂസ് എന്നുള്ള മീനിങ് ആണ് കേട്ടോ, കുറയ്ക്കുന്നു. പിന്നെ Reduction in cost of medical care. റിഡക്ഷൻ ഇൻ ദ മെഡിക്കൽ കെയറിലെ കോസ്റ്റ് കുറയുന്നു. നെക്സ്റ്റ് Curtail patient suffering. കർട്ടൈൽ പേഷ്യന്റ് സഫറിങ്, പേഷ്യന്റിന്റെ സഫറിങ് ബുദ്ധിമുട്ടൊക്കെ റെഡ്യൂസ് ചെയ്യുന്നു. കർട്ടൈൽ എന്ന് പറഞ്ഞാൽ റെഡ്യൂസ് ആണ് കേട്ടോ, റെഡ്യൂസ് കുറയുന്നു. പിന്നെ പബ്ലിക് റിലേഷൻസ് ഒക്കെ അതിന്റെ തീവ്രത കൂടുന്നു. ഇൻക്രീസ് പോപ്പുലാരിറ്റി കൂടുന്നു. പിന്നെ പേഷ്യൻസ് അവിടെ ഹോസ്പിറ്റലിലേക്ക് കൂടുതൽ സന്ദർശിക്കാൻ, വിസിറ്റ് ചെയ്യാൻ വരുന്നു. ഓക്കെ, പേഷ്യന്റിന് നല്ലൊരു സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്നു. ഓക്കെ, നെക്സ്റ്റ് നോക്കിയേ, വാട്ട് ഈസ് എ ഹോസ്പിറ്റൽ ഹൗസ് കീപ്പിംഗ് ചെക്ക് ലിസ്റ്റ്? നെക്സ്റ്റ് ആണ് ഹോസ്പിറ്റൽ ഹൗസ് കീപ്പിംഗ് ചെക്ക് ലിസ്റ്റുകൾ. എന്താണ് ഹൗസ് കീപ്പിംഗ് ചെക്ക് ലിസ്റ്റ് എന്ന് പറയുന്നത്? എ ഹോസ്പിറ്റൽ ഹൗസ് കീപ്പിംഗ് ചെക്ക് ലിസ്റ്റ് ഈസ് യൂസ്ഡ് ബൈ ദ ഹോസ്പിറ്റൽ ഹൗസ് കീപ്പേഴ്സ്. ഹോസ്പിറ്റലിലെ ഹൗസ് കീപ്പേഴ്സ് യൂസ് ചെയ്യുന്ന ഒരു ചെക്ക് ലിസ്റ്റ് ആണ് ഹോസ്പിറ്റൽ ഹൗസ് കീപ്പിംഗ് ചെക്ക് ലിസ്റ്റ് എന്ന് പറയുന്നത്. ഈസ് യൂസ്ഡ് ബൈ ആരാണ്? അപ്പൊ ഹോസ്പിറ്റൽ ഹൗസ് കീപ്പിംഗ് ചെക്ക് ലിസ്റ്റ് യൂസ് ചെയ്യുന്നത് ആരാ? ഈസ് യൂസ്ഡ് ബൈ ആരാണ് യൂസ് ചെയ്യുന്നേ? ഹോസ്പിറ്റൽ ഹൗസ് കീപ്പേഴ്സ് അല്ലെ? ഹോസ്പിറ്റൽ ഹൗസ് കീപ്പേഴ്സ് ആണ് ഹൗസ് കീപ്പിംഗ് ചെക്ക് ലിസ്റ്റ് യൂസ് ചെയ്യുന്നത്. ഇനി എന്തിനു വേണ്ടിയിട്ടാന്ന് നോക്കിയേ, എൻകറേജ് എ സ്റ്റെറൈൽ എൻവയോൺമെന്റ് ഇൻ പേഷ്യന്റ് റൂംസ്. പേഷ്യന്റ് റൂമില് ഒരു നല്ലൊരു സ്റ്റെറൈൽ ആയിട്ടുള്ള ഒരു എൻവയോൺമെന്റ്, ഒരു അന്തരീക്ഷം പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടി അല്ലെങ്കിൽ സൃഷ്ടിക്കാൻ വേണ്ടിയിട്ടാണ് ഇവര് ഈ ചെക്ക് ലിസ്റ്റ്, ഹൗസ് കീപ്പിംഗ് ചെക്ക് ലിസ്റ്റുകൾ യൂസ് ചെയ്യുന്നത്. ഓക്കെ, എന്തിനു വേണ്ടിയിട്ടാണ്? ടു എൻകറേജ്, പ്രോത്സാഹിപ്പിക്കുക അല്ലെങ്കിൽ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. എ സ്റ്റെറൈൽ എൻവയോൺമെന്റ്, ഒരു അണുവിമുക്തമായിട്ടുള്ള ഒരു സ്റ്റെറൈൽ ആയിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയർ പേഷ്യന്റ് റൂമില് പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഹൗസ് കീപ്പിംഗ് ചെക്ക് ലിസ്റ്റുകൾ യൂസ് ചെയ്യുന്നത്. പിന്നെ അത് കൂടാതെ ഒരു പോയിന്റ് കൂടി പറയുന്നുണ്ട്, ആൻഡ് അവോയ്ഡ് ദ സ്പ്രെഡ് ഓഫ് ഹോസ്പിറ്റൽ അക്വേർഡ് ഇൻഫെക്ഷൻ. എന്ത് ചെയ്യാൻ വേണ്ടിയിട്ടാണ്? സ്പ്രെഡ് ഓഫ് ഹോസ്പിറ്റൽ അക്വേർഡ് ഇൻഫെക്ഷൻ സ്പ്രെഡ് ചെയ്യുന്നത് ഒഴിവാക്കാനും ഉപയോഗിക്കുന്നു. അപ്പൊ ഇവിടെ പറയുന്നത് ഈ ചെക്ക് ലിസ്റ്റ്, ഹൗസ് കീപ്പിംഗ് ചെക്ക് ലിസ്റ്റ് യൂസ് ചെയ്യുന്നത് ആരാണ്? ഹൗസ് കീപ്പിംഗ് ചെക്ക് ലിസ്റ്റ് യൂസ് ചെയ്യുന്ന ആരാ? ഹോസ്പിറ്റൽ ആണ് യൂസ് ചെയ്യുന്നത്. ഇനി എന്തിനു വേണ്ടിയിട്ടാണ് ചെക്ക് ലിസ്റ്റ് യൂസ് ചെയ്യുന്നത്? ആ റീസൺ എന്തിനു വേണ്ടിയിട്ടാണ് അത് ചെക്ക് ലിസ്റ്റ് യൂസ് ചെയ്യുന്നത്? ടു എൻകറേജ് ഒരു ഒരു അണുവിമുക്തമായിട്ടുള്ള സ്റ്റെറൈൽ ആയിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയർ പേഷ്യന്റിന്റെ റൂമില് പ്രോത്സാഹിപ്പിക്കാനും പിന്നെ എന്ത് ചെയ്യാനുമാണ്. ആൻഡ് നെക്സ്റ്റ് എന്താ പറഞ്ഞത്? ഹോസ്പിറ്റൽ അക്വേർഡ് ഇൻഫെക്ഷൻ. ഹോസ്പിറ്റൽ അക്വേർഡ് ഇൻഫെക്ഷൻ അത് സ്പ്രെഡ് ചെയ്യുന്നത്, നോസോകോമിയൽ ഇൻഫെക്ഷൻ അത് സ്പ്രെഡ് ചെയ്യുന്നത് അവോയ്ഡ് ചെയ്യാനും വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്, ഹൗസ് കീപ്പിംഗ് ചെക്ക് ലിസ്റ്റ് യൂസ് ചെയ്യുന്നത്. ഇനി നോക്കിയേ, ദ ചെക്ക് ലിസ്റ്റ് ഹാസ് ബീൻ ഫോംഡ് ടു മേക്ക് ഇറ്റ് ഈസിയർ ഫോർ ഹോസ്പിറ്റൽ ടു ഫോളോ ഹോസ്പിറ്റൽ ഹൗസ് കീപ്പിംഗ് സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റിംഗ് പ്രൊസീജിയർ. അപ്പൊ അവിടെ എക്സ്പാൻഡഡ് ഫോം വരുന്നുണ്ട്, SOP. എന്താണ് എക്സ്പാൻഷൻ ഫോം? SOP എന്താണ്? സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റിംഗ് പ്രൊസീജിയർ. സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റിംഗ് പ്രൊസീജിയർ ആണ് SOP എന്ന് പറയുന്നത്. അപ്പൊ ഇത് നോക്കിയേ, സച്ച് ആസ് ഹൈ ടച്ച് സർഫസ്, റൂം സോണിംഗ് ആൻഡ് ക്ലീനിങ് പാർട്സ്. അപ്പൊ ഇങ്ങനെയുള്ള ഈ ഹൗസ് കീപ്പിംഗ് ഹോസ്പിറ്റൽ ഹൗസ് കീപ്പിംഗ് സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റിംഗ് പ്രൊസീജിയർ, അതായത് ഹൈ ടച്ച് സർഫസ്, റൂം സോണിങ്, അതുപോലെ തന്നെ എന്താ പറയുന്ന ക്ലീനിങ് പാത്തുകളൊക്കെ ക്ലീൻ ചെയ്യുക, ഇങ്ങനെയുള്ള ഈ സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റിംഗ് പ്രൊസീജിയർ അത് എന്താക്കാൻ വേണ്ടി, ഈസി ആക്കാൻ വേണ്ടിയിട്ടാണ് ഈ ചെക്ക് ലിസ്റ്റ് യൂസ് ചെയ്യുന്നത്. The checklist has been formed to make it easier for hospitals to follow hospital housekeeping standard operating procedure. Hospital housekeeping standard procedure operating procedure. It such as high touch surface,
റൂം സോണിങ് ആൻഡ് ക്ലീനിങ് പാത്ത് എന്ന് പോലുള്ള ഈ ഹോസ്പിറ്റൽ ഹൗസ് കീപ്പിംഗ് സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റിംഗ് പ്രൊസീജിയർ ഈസി ആക്കാൻ വേണ്ടിയിട്ടാണ് ഈ ചെക്ക് ലിസ്റ്റ് യൂസ് ചെയ്യുന്നത്. ഇത് നോക്കിയേ, വിത്ത് സേഫ്റ്റി കൾച്ചർ ഹോസ്പിറ്റൽ ഹൗസ് കീപ്പേഴ്സ് ക്യാൻ ഈസിലി, നല്ലൊരു സേഫ്റ്റി കൾച്ചർ ഉണ്ടാക്കാൻ, ഒരു സംസ്കാരം ഉണ്ടാക്കാൻ ഹോസ്പിറ്റൽ ഹൗസ് കീപ്പേഴ്സിന് ഈസിയാണ്. അവർക്ക് പെട്ടെന്ന് അത് നല്ല ഈസി ആയിട്ട് അത് അവർക്ക് സൃഷ്ടിക്കാം. എന്താ പറഞ്ഞേക്കണേ, വിത്ത് സേഫ്റ്റി കൾച്ചർ ഹോസ്പിറ്റൽ ഹൗസ് കീപ്പേഴ്സ് ക്യാൻ ഈസിലി. അപ്പൊ ഇവിടെ നോക്കിയേ, ചെക്ക് ലിസ്റ്റ് നമ്മൾ യൂസ് ചെയ്യുന്നത് ഹോസ്പിറ്റൽ ഹൗസ് കീപ്പേഴ്സ് ആണെന്ന് പറഞ്ഞു. ഹൗസ് കീപ്പിംഗ് ചെക്ക് ലിസ്റ്റ് കേട്ടോ, ഹൗസ് കീപ്പിംഗ് ചെക്ക് ലിസ്റ്റ് യൂസ് ചെയ്യുന്നത് ഹോസ്പിറ്റൽ ഹൗസ് കീപ്പേഴ്സ് ആണ്. പിന്നെ അത് എന്തിനു വേണ്ടിയിട്ടാണ് ചെക്ക് ലിസ്റ്റ് യൂസ് ചെയ്യുന്നത്? എന്തിനു വേണ്ടിയിട്ടാണ്? രണ്ട് കാര്യങ്ങളാണ് ഇവിടെ പറഞ്ഞേക്കുന്നത്. ഹോസ്പിറ്റൽ ഹൗസ് കീപ്പേഴ്സ് ചെക്ക് ലിസ്റ്റ് യൂസ് ചെയ്യണത് എന്തിനൊക്കെ വേണ്ടിയിട്ടാണ്? encourage sterile environment Encourage a sterile environment in patient room. പിന്നെ അതുപോലെ and spread of hospital acquired infection, hospital acquired infection അല്ലെങ്കിൽ നോസോകോമിയൽ ഇൻഫെക്ഷൻ സ്പ്രെഡ് ചെയ്യുന്നത് അവോയ്ഡ് ചെയ്യാനും, പിന്നെ അതുപോലെ തന്നെ പേഷ്യന്റ് റൂമിൽ ഒരു നല്ലൊരു അണുവിമുക്തമായിട്ടുള്ള സ്റ്റെറൈൽ ആയിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയർ അത് പ്രോത്സാഹിപ്പിക്കാനും ഒക്കെ വേണ്ടിയിട്ടാണ് ഈ ഹൗസ് കീപ്പിംഗ് ചെക്ക് ലിസ്റ്റ് യൂസ് ചെയ്യുന്നത്. ഇനി നെക്സ്റ്റ് ഇവിടെ കുറച്ച് പോയിന്റ്സ്, ഒരു 7 പോയിന്റ്സ് ആയിട്ട് ഇവിടെ പറഞ്ഞിട്ടുണ്ട്. ക്ലീനിങ് ഡ്യൂട്ടീസ് ഫോർ പേഷ്യന്റ് റൂം, പേഷ്യന്റ് റൂമിലുള്ള ക്ലീനിങ് ഡ്യൂട്ടീസ് ഏതൊക്കെയാണെന്നാ പറഞ്ഞേക്കുന്നത്. എന്തൊക്കെയാണ് അവർ ക്ലീൻ ചെയ്യുന്നത്? ക്ലീനിങ് ഡ്യൂട്ടീസ് ഫോർ പേഷ്യന്റ് റൂം. പേഷ്യന്റിന്റെ റൂമിന് മാത്രമാട്ടോ ഇവിടെ പറയുന്നത്. ഇവിടെ 7 പോയിന്റ്സ് ആയിട്ട് അവിടെ തന്നേക്കുന്നത്. ഫസ്റ്റ് നോക്കിയേ, വാഷ് ആൻഡ് സാനിറ്റൈസ് ഹാൻഡ്സ്. അറിയാലോ, നമ്മുടെ കൈകളൊക്കെ നന്നായിട്ട് വാഷ് ചെയ്യുക, സാനിറ്റൈസ് ചെയ്യുക. പിന്നെ അതുപോലെ വിയർ ഡിസ്പോസിബിൾ ഡിസ്പോസിബിൾ ഗ്ലൗസുകളൊക്കെ ധരിക്കുക. ക്ലീനിങ് ഡ്യൂട്ടീസ് ഫോർ പേഷ്യന്റ് റൂം. ഫസ്റ്റ് എന്താ പറഞ്ഞേക്കുന്നത്? വാഷ് ആൻഡ് സാനിറ്റൈസ് ഹാൻഡ്സ്. അവിടെ ഒരു കോമ വേണമെങ്കിൽ ഇടാട്ടോ. വാഷ് ആൻഡ് സാനിറ്റൈസ് ഹാൻഡ്സ് വാഷ് ചെയ്യുക, സാനിറ്റൈസ് ചെയ്യുക. അതുപോലെ വിയർ ഡിസ്പോസിബിൾ ഗ്ലൗസുകൾ ധരിക്കുക. പിന്നെ നെക്സ്റ്റ് സെക്കൻഡ് പോയിന്റ് നോക്കിയേ, ലീവ് ക്ലീനിങ് കാർട്ട് ഇൻ ഹാൾ. ലീവ് ക്ലീനിങ് കാർട്ട്. ക്ലീനിങ് കാർട്ട് എന്ന് വെച്ചാൽ ഇങ്ങനെ ക്ലീനിങ്ങിനുള്ള ഒരു വണ്ടീനാണ് കാർട്ട് എന്ന് പറയുന്നത്. ക്ലീനിങ് കാർട്ടുകൾ അത് ഹാളില് എന്താ പറയാ, ഹാളിൽ വെക്കുക. പിന്നെ സെറ്റപ്പ് എ സേഫ്റ്റി സൈൻ ഔട്ട്സൈഡ് ദ ഡോർ. ആ ഡോറിന്റെ പുറമെ എന്ത് ചെയ്യുക, ഒരു സേഫ്റ്റി സൈൻ അവിടെ വെക്കുക. സേഫ്റ്റി സൈൻ ഔട്ട്സൈഡ് ദ ഡോർ. സെറ്റപ്പ് എ സേഫ്റ്റി സൈൻ ഔട്ട്സൈഡ് ദ ഡോർ. പിന്നെ തേർഡ് വൺ ആണ് ഇൻസ്റ്റന്റ്ലി സ്ട്രൈറ്റൻ റൂം. റൂംസുകളൊക്കെ പെട്ടെന്ന് നേരെയാക്കുക. എന്നുവെച്ചാൽ അത് എന്താ, ഇൻഓർഡർ ആയി കിടക്കുന്ന സാധനങ്ങളൊക്കെ കറക്റ്റ് ഓർഡർ ചെയ്തിട്ട് അത് റൂമുകളൊക്കെ സ്ട്രെയിറ്റൻ ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്താ, നേരെയാക്കുക. റൂമുകളൊക്കെ ഒന്ന് നേരെയാക്കി വെക്കുക. പിന്നെ വേക്കന്റ് ആൻഡ് റിലൈൻ ട്രാഷ് ക്യാൻസ്. ട്രാഷ് ക്യാൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ട്രാഷ് ചവറ്റുകുട്ടകളാണ്. ആ കുട്ടകള് അതൊക്കെ വേക്കന്റ്, എന്താ തൽക്ഷണം ചവറ്റുകുട്ടകളൊക്കെ വേസ്റ്റ് ബിന്നൊക്കെ കളഞ്ഞിട്ട് അത് നേരെയാക്കി വെക്കുക. വേക്കന്റ് ആൻഡ് റിലൈൻ ട്രാഷ് ക്യാൻസ്. വേക്കന്റ് ആക്കുക, അത് കാലിയാക്കി അതൊക്കെ ഒന്ന് നേരെയാക്കി വെക്കുക. റൂമൊക്കെ ഒന്ന് സ്ട്രെയിറ്റൻ ചെയ്യുക, എല്ലാം നേരെയാക്കുക. പിന്നെ ഫോർത്ത് വൺ ആണ് ക്ലീൻ ആൻഡ് സാനിറ്റൈസ് ഹൈ ടച്ച് ഏരിയാസ്. ഹൈ ടച്ച് ഏരിയാസ് ഒക്കെ ക്ലീൻ ചെയ്യുക, അതുപോലെ തന്നെ സാനിറ്റൈസ് ചെയ്യുക. ഹൈ ടച്ച് ഏരിയാസ്, നല്ല ഉയർന്നുള്ള ടച്ച് ഏരിയാസ് എന്താ പറയാ, ക്ലീൻ ചെയ്യുക, അതുപോലെ തന്നെ അത് സാനിറ്റൈസ് ചെയ്യുക, വൃത്തിയാക്കുക, അണുവിമുക്തമാക്കുക. നെക്സ്റ്റ് ആണ് ഡസ്റ്റ് എയർ വെന്റ്സ്. എയർ വെന്റ് എന്ന് വെച്ചാൽ എന്താ, നമുക്ക് വെന്റിലേഷൻ ഒക്കെ കിട്ടാനായിട്ട് എയർ ഹോൾ ഒക്കെ ഇല്ലേ, അതൊക്കെ പൊടി തട്ടുക. അവിടത്തേക്ക് പൊടി കളയുക. ലൈറ്റ്, ടെലിവിഷൻ സെറ്റ്സ് ആൻഡ് വിൻഡോ സിൽസ്. വിൻഡോ സില്ല് എന്ന് പറഞ്ഞാൽ എന്താ, SILLS ചില്ല്. വിൻഡോ ജനൽ ചില്ലുകളൊക്കെ ഒന്ന് പൊടിയൊക്കെ തട്ടി, ടെലിവിഷൻ സെറ്റ്സ് ഒക്കെ, ലൈറ്റുകളൊക്കെ, അതുപോലെ തന്നെ എയർ വെന്റ്സുകളൊക്കെ, വെന്റിലേറ്റർ ഒക്കെ പൊടിയൊക്കെ ഒന്ന് തട്ടുക. ജനലൊക്കെ തുടയ്ക്കാറുണ്ടോ? പൊടിയൊക്കെ തട്ടാറുണ്ടോ? ക്ലീൻ ചെയ്യാറുണ്ടോ ഇടയ്ക്കിടയ്ക്കൊക്കെ? ലൈറ്റ് ഒക്കെ തുടയ്ക്കാറുണ്ടോ? ബൾബൊക്കെ
Yes, ആ teacher. പൊടിയൊക്കെ തട്ടി നല്ല വൃത്തിയാക്കി വെക്കുക. അതൊക്കെ നമ്മള് എന്താ പറയാ ആ പേഷ്യന്റിന്റെ റൂമിലുള്ള ആ ക്ലീനിങ്ങിൽ വരുന്നതാണ്. ഡ്യൂട്ടീസ് ഫോർ പേഷ്യന്റ് റൂം, ക്ലീനിങ് ഡ്യൂട്ടീസാ വരുന്നത്. അപ്പൊ വെറുതെ നമ്മൾ എന്താ പറയാ തുടച്ചിങ്ങനെ വെറുതെ പോകാതെ ഇടയ്ക്ക് ആ എയർ വെന്റ്സുകള്, നമുക്ക് ആ വെന്റിലേറ്ററുകള്, ലൈറ്റുകള്, പിന്നെ അതുപോലെ ടെലിവിഷൻ സെറ്റ്സ്, വിൻഡോ സിൽസ്, ജനൽ ചില്ലകള്, ഇതൊക്കെ ഒന്ന് പൊടി തട്ടുക, തുടയ്ക്കുക. 6th വൺ ആണ് സാനിറ്റൈസ് ആൻഡ് സ്റ്റെറിലൈസ് ബിസൈഡ് കമോഡ്. കമോഡ് എന്ന് പറഞ്ഞാൽ ഈ വേസ്റ്റ് പാത്രം അല്ല, മലവിസർജന പാത്രമല്ലേ, അതാണ് കമോഡ് എന്ന് പറയുന്നത്. COMMODE. അപ്പൊ അങ്ങനെ എന്താ യൂറിനൊക്കെ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ആ പാത്രം, അതൊക്കെ ഒന്ന് സാനിറ്റൈസ് ചെയ്യുക, അതുപോലെ തന്നെ സ്റ്റെറിലൈസ് ചെയ്യുക. ഓക്കെ, സാനിറ്റൈസ് ആൻഡ് സ്റ്റെറിലൈസ് ബിസൈഡ് കമോഡ്. നെക്സ്റ്റ്, വൈപ്പ് down curtain tops. Wipe down curtain ടോപ്പുകളൊക്കെ തുടയ്ക്കുക. ചെക്ക് ഫർണിച്ചേഴ്സ് ഒക്കെ ചെക്ക് ചെയ്യുക. പിന്നെ ഡിസ്ഇൻഫെക്ട് ഡോർ ഹാൻഡിലൊക്കെ അണുവിമുക്തമാക്കുക, ഡിസ്ഇൻഫെക്ട് ചെയ്യുക. ഇതെല്ലാം ക്ലീനിങ് ഡ്യൂട്ടീസ് ആണ്. ക്ലീനിങ് ഡ്യൂട്ടീസ് ഫോർ പേഷ്യന്റ് റൂം. ഒരു റൂമിലെ ക്ലീനിങ് ഡ്യൂട്ടീസ് ഒക്കെയാണ് ഇത് പറഞ്ഞേക്കുന്നത്. ഓക്കെ, അപ്പൊ അങ്ങനെ 7 പോയിന്റ്സ് ആണ്. ഫസ്റ്റ് പറഞ്ഞത് വാഷ് ആൻഡ് സാനിറ്റൈസ് ഹാൻഡ്സ്, വിയർ ഡിസ്പോസിബിൾ ഗ്ലൗസ്, പിന്നെ ലീവ് ക്ലീനിങ് കാർട്ട് ഇൻ ഹാൾ, സെറ്റപ്പ് എ സേഫ്റ്റി സൈൻ ഔട്ട്സൈഡ് ദ ഡോറിന്റെ പുറത്ത് ആ സേഫ്റ്റി സൈന് സ്ഥാപിക്കുക. പിന്നെ ഇൻസ്റ്റന്റ്ലി സ്ട്രെയിറ്റൻ ദ റൂമുകളൊക്കെ പെട്ടെന്ന് തന്നെ നേരെയാക്കുക. വേക്കന്റ് ആക്കാൻ റിലൈറ്റ് ട്രാഷ് ക്യാൻസ്, ചവറ്റുകുട്ടകള്, ബാസ്ക്കറ്റ്, അതിന്റെ ചപ്പുചവറ് വേസ്റ്റുകളൊക്കെ ഉണ്ടെങ്കിൽ അത് മാറ്റി അത് വേക്കന്റ് ആക്കുക, ഒഴിവാക്കി അതൊക്കെ ഒന്ന് നേരെയാക്കുക. പിന്നെ ക്ലീൻ ആൻഡ് സാനിറ്റൈസ് ഹൈ ടച്ച് സർഫസ് ഏരിയാസ് ഒക്കെ ക്ലീൻ ചെയ്യുക. മുകളിലൊക്കെ ഒന്ന് പൊടി തട്ടി ഒക്കെ ക്ലീൻ ചെയ്ത് സാനിറ്റൈസ് ചെയ്യുക. പിന്നെ പറഞ്ഞ വെന്റിലേഷൻ, ലൈറ്റ്, ടെലിവിഷൻ സെറ്റ്സുകള്, വിൻഡോ സിൽസ്, ജനൽ ചില്ലകള്, അതൊക്കെ എന്ത് ചെയ്യുക, പൊടി ഒക്കെ ഒന്ന് തട്ടുക. പിന്നെ സാനിറ്റൈസ് ആൻഡ് സ്റ്റെറിലൈസ് ബിസൈഡ് കമോഡ്. ആ പാത്രങ്ങൾ, അവർക്കിടെ മലവിസർജന പാത്രങ്ങൾ, യൂറിൻ ചെയ്യാനുള്ള പാത്രം, അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ കഴുകി സാനിറ്റൈസ് ചെയ്യുക, സ്റ്റെറിലൈസ് ചെയ്യുക. പിന്നെ വൈപ്പ് ഡൗൺ കർട്ടൻ ടോപ്സുകള്, അതൊക്കെ തുടയ്ക്കുക. പിന്നെ ചെക്ക് ഫർണിച്ചേഴ്സ്, ഡിസ്ഇൻഫെക്ട് ഡോർ ഹാൻഡില്, ഫർണിച്ചേഴ്സ്, ഇതൊക്കെ എന്ത് ചെയ്യുക, വൃത്തിയാക്കുക. ഫർണിച്ചേഴ്സ് ഒക്കെ പൊട്ടിയിട്ടുണ്ടോ അല്ലെങ്കിൽ അങ്ങനെയുള്ളതൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് അത് പ്രോപ്പർ ആക്കുക. പിന്നെ അതുപോലെ തന്നെ ഡോർ ഹാൻഡിലൊക്കെ ഡിസ്ഇൻഫെക്ട് ചെയ്യുക. ഇത്രയാണ് ക്ലീനിങ് ഡ്യൂട്ടീസ് ഫോർ പേഷ്യന്റ് റൂമിൽ വരുന്നത്. ഇനിയിപ്പോ ഇതും കൂടി നമുക്കൊന്ന് നോക്കാം. 4 പോയിന്റ് അല്ലേ ഉള്ളൂ. പേഷ്യന്റ് റൂം ബാത്റൂം ക്ലീനിങ് പ്രൊസീജിയർ. ഫസ്റ്റ് നോക്കിയേ, ബാത്റൂം ക്ലീനിങ് പ്രൊസീജിയർ ആണ് കേട്ടോ. പേഷ്യന്റ് റൂം ബാത്റൂം ക്ലീനിങ് പ്രൊസീജിയർ. Empty and sanitize trash can needed. Replace liners എന്നാണ്, LINERS, കറക്റ്റ് അല്ലേ? അതെ, ലൈനേഴ്സ് ഓർ കവേഴ്സ്. നോക്കിയേ, empty and sanitize trash can needed. ട്രാഷ് എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞു ചവറ്റുകുട്ട, വേസ്റ്റ് ബിന്നൊക്കെയാണ്. അത് എംറ്റി ആക്കുക, കാലിയാക്കുക, ചവറ്റുകുട്ടകളൊക്കെ കാലിയാക്കുക. പിന്നെ അതുപോലെ തന്നെ അത് സാനിറ്റൈസ് ചെയ്യുകയും ചെയ്യുക, അണുവിമുക്തമാക്കുക. പിന്നെ റീപ്ലേസ് ലൈനേഴ്സ്, കവേഴ്സ്, ഇതൊക്കെ ഒന്ന് റീപ്ലേസ് ചെയ്യുക. പിന്നെ അടുത്താണ് സാനിറ്റൈസ് ടച്ച് പോയിന്റ്സ്, ലൈറ്റ് സ്വിച്ചസ്, ഡോർ നോബ്, ഹാൻഡ് റെയിൽസ്, ഇതൊക്കെ സാനിറ്റൈസ് ചെയ്യുക, ഇതും അണുവിമുക്തമാക്കുക. ലൈറ്റ് സ്വിച്ചസുകള്, ഡോർ നോബ്, ഡോറിന്റെ തുറക്കുന്ന നോബില്ലേ, അത് ഡോർ നോബ്, ഹാൻഡ് റെയിലുകളൊക്കെ സാനിറ്റൈസ് ചെയ്യുക. പിന്നെ ക്ലീൻ ആൻഡ് സാനിറ്റൈസ് ഷവേഴ്സ്, ടബ്, സിങ്ക്. ഷവറ്, ബാത്റൂമിലെ ഷവർ യൂസ് ചെയ്യാറുണ്ടോ? ഷവർ യൂസ് ചെയ്യാറുണ്ടോ? ക്ലീൻ ആൻഡ് സാനിറ്റൈസ് ഷവറൊക്കെ ഒന്ന് ക്ലീൻ ആക്കുക. ടബ്, നമ്മൾ കുളിക്കാനുള്ള ടബ്, സിങ്ക്, ഇതൊക്കെ ക്ലീൻ ചെയ്യുക, സാനിറ്റൈസ് ചെയ്യുക. ഇതെല്ലാം ഇതിനകത്താണ് ബാത്റൂമിലെ കാര്യമായിട്ട് പറയുന്നത്. പേഷ്യന്റ് റൂം ബാത്റൂം ക്ലീനിങ് പ്രൊസീജിയർ ആണ് പറയുന്നത്. ക്ലീൻ ആൻഡ് സാനിറ്റൈസ് ഷവർ, ടബ്, സിങ്ക്,
പിന്നെ ലാസ്റ്റ് പോയിന്റ് ഫോർത്ത് വൺ, ക്ലീൻ ആൻഡ് സാനിറ്റൈസ് ടോയ്ലറ്റ് ബൗൾ, സീറ്റ്, ടാങ്ക് ആൻഡ് ഫ്ലഷ് ഹാൻഡിൽ. ഇതൊക്കെ എന്ത് ചെയ്യുക, വൃത്തിയായി ക്ലീൻ ആക്കുക, സാനിറ്റൈസ് ചെയ്യുക. ടോയ്ലറ്റ് ബൗള്, സീറ്റ്, ടാങ്ക്, ഫ്ലഷ് ഹാൻഡിൽ ഇതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യുക, സാനിറ്റൈസ് ചെയ്യുക. ഓക്കെ, 4 പോയിന്റ് അല്ലേ ഉള്ളൂ. ഒന്ന് വായിച്ചു നോക്കിയേ. So the last sentence was, please now. A great number of people have come to visit the many in the Vastu and lands റീഡ് ചെയ്ത് കഴിഞ്ഞോ? കഴിഞ്ഞോ? many in Mathavani, girls are. But many years and many years. And I love to റെഡി ചെയ്ത് കഴിഞ്ഞോ? കഴിഞ്ഞു. ഓക്കെ, ഷാരോൺ ഫസ്റ്റ് പോയിന്റ് വായിച്ചേ. empty and sanitizer trash can needed replace liners. ചവിട്ടുകുട്ടികളൊക്കെ കാലിയാക്കുക, കവേഴ്സ് അതൊക്കെ റീപ്ലേസ് ചെയ്യുക. ഓക്കെ, വെരി ഗുഡ്. നെക്സ്റ്റ് കൃഷ്ണപ്രിയ സെക്കൻഡ് പോയിന്റ് വായിച്ചേ. സാനിറ്റൈസ് ടച്ച് പോയിന്റ്സ്, ലൈറ്റ് സ്വിച്ചസ്, ഡോർ നോബ്സ്, ഹാൻഡ് റെയിൽസ് ഒക്കെ. ലൈറ്റ് സ്വിച്ചസ്, ഡോർ നോബ്സ്, ഹാൻഡ് റെയിൽസ് ഇതൊക്കെ സാനിറ്റൈസ് ചെയ്യുക അല്ലെ. നെക്സ്റ്റ് തുഷാര. ക്ലീൻ ആൻഡ് സാനിറ്റൈസ് ഷവേഴ്സ്, ടബ്സ്, സിങ്സ്. ഷവറും ടബും സിങ്കും ഒക്കെ ക്ലീൻ ചെയ്യുക, സാനിറ്റൈസ് ചെയ്യുക. ഓക്കെ, വെരി ഗുഡ്. നെക്സ്റ്റ് നവമി. Clean and sanitize toilet bowl, seat, tank and flush handle. ടോയ്ലറ്റ് ബൗളും സീറ്റും ടാങ്കും ഫ്ലഷ് ഹാൻഡിൽ എല്ലാം ക്ലീൻ ചെയ്യുകയും സാനിറ്റൈസ് ചെയ്യുകയും ചെയ്യുക. ഓക്കെ, വെരി ഗുഡ്. അപ്പോ എന്തായാലും നമുക്ക് നാളത്തെ കൊണ്ട് ഈ ചാപ്റ്റർ കഴിയൂട്ടോ. ചെറിയൊരു ചാപ്റ്റർ ആയിരുന്നു. നാളെ നമുക്ക് തീർക്കാം. കുറച്ച് ക്വസ്റ്റ്യൻസും എഴുതാം. ക്ലാസ് തീരുന്നതിനനുസരിച്ച് ഇത് ഇത്രയേ ഉള്ളൂ. ഹൗസ് കീപ്പിംഗ്, മാനേജർ, റെസ്പോൺസിബിലിറ്റീസ് എന്തായാലും നാളെ തീരും. ഓക്കെ, ക്ലാസ് നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. എന്തെങ്കിലും ഉണ്ടോ? നാളത്തെ കൊണ്ട് നമുക്ക് ഈ ചാപ്റ്റർ തീർക്കാം കേട്ടോ. ഇനി ഒരു 2 ചാപ്റ്ററും കൂടിയാണ് നമ്മുടെ ഇതിനകത്ത് വന്നത്. മൊഡ്യൂളിലോ ഫസ്റ്റും സെക്കൻഡിന്റെ മൊഡ്യൂളിലോ അതോടുകൂടി അത് കഴിയും നിങ്ങളുടെ. ഓക്കെ, പഠിക്കണ്ട? പഠിക്കുന്നുണ്ടോ? ഉണ്ട്. എക്സാമിന്റെ ഒന്നും പറഞ്ഞിട്ടില്ല. നിങ്ങളുടെ ചാപ്റ്റേഴ്സ് ഒക്കെ തീർന്നല്ലേ ഉള്ളൂ. തീർന്നുള്ളൂ. എന്തൊക്കെയുണ്ട് അവിടെ വിശേഷം? ചൂടുണ്ടോ? നല്ല ചൂടാ. നല്ല ചൂടാണ്. വെള്ളമൊക്കെ കുടിക്കുന്നില്ലേ? വെള്ളമൊക്കെ കുടിക്കുന്നുണ്ട്. പിന്നെ വേറെ എന്താ വിശേഷം? ഭക്ഷണമൊക്കെ കഴിച്ചില്ലേ രാവിലെ? അത് കഴിച്ചു.
നമ്മുടെ ഫസ്റ്റ് ക്ലാസ് ആയിരുന്നല്ലോ, അല്ലെങ്കിൽ നമുക്ക് എല്ലാ ദിവസവും ഉച്ചയ്ക്കല്ലേ ക്ലാസ് 12 മണി തൊട്ട് 1:30 വരെയല്ലേ. നാളെ അങ്ങനെയല്ലേ മിസ്സേ? നാളെ തേഴ്സ്ഡേ മാത്രമേ രാവിലെ ഉള്ളൂ, ബാക്കി 2 ദിവസം എനിക്ക് ഈ നിങ്ങളുടെ ക്ലാസ് ഈ ക്ലാസ് മാത്രമേ ഉള്ളൂ രാവിലെ ഫുള്ള്, ബാക്കി ഒക്കെ ഉച്ചയ്ക്കാണ്. 12 to 1:30 ക്ലാസ് മാത്രമേ നമുക്ക് രാവിലെ ക്ലാസ് കിട്ടുള്ളൂ. രാവിലെ ആകുമ്പോൾ നമുക്ക് ഫ്രഷ് ആണല്ലേ, ഉച്ചയ്ക്ക് ആവുമ്പോ ഒരു ക്ലാസ് കഴിഞ്ഞിട്ട് ബോറാവും അല്ലേ. അത് ഇടയ്ക്ക് ബ്രേക്ക് കിട്ടുമ്പോ എന്തെങ്കിലുമൊക്കെ പോയി കഴിക്കണം കേട്ടാ. വെള്ളം കുടിക്കാറുണ്ട്. വെള്ളം കുടിക്കാൻ ചെറുതായിട്ട് സ്നാക്സ് എന്തെങ്കിലും കഴിക്കാനുള്ള സമയം കിട്ടാറുണ്ടോ? ഇല്ല, സ്നാക്സ് കഴിക്കാൻ എടുക്കാറില്ല, വെള്ളം കുടിക്കാറുള്ളൂ. എവിടെ ഇതിന്റെ ഓഫീസ്? പറവൂര്? ഇവിടെ ചേതമംഗലം പാലിയം സ്കൂളിന്റെ ഒക്കെ അടുത്ത് തന്നെയാണ്. എനിക്കറിയാം, ഞാൻ എന്റെ വീട്ടിൽ പോണത് ആ വഴിയാണ്. എടവനക്കാടാണ് വീട്. ഓക്കെ. പാലിയം സ്കൂളിന്റെ ഒക്കെ നേരെ ഇത്ര തന്നെയായിട്ടാണ് ഇതിന്റെ ഓഫീസ് കേട്ടോ, മെയിൻ ബ്രാഞ്ച്. ഓക്കെ, നമുക്ക് എന്നാ ക്ലാസ് എന്നാ വൈൻഡപ്പ് ചെയ്താലോ? ഓക്കെ, താങ്ക് യു. താങ്ക് യു മിസ്. നാളെ നമുക്ക് ഈ ക്ലാസ് ഈ ചാപ്റ്റർ തീർക്കാം കേട്ടോ. ഓക്കെ.